അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഹെഡർ ആൻഡ് ഫൂട്ടർ ഇൻ MS Excel. നമ്മൾ വേർഡിൽ ഹെഡർ ആൻഡ് ഫൂട്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അതുപോലെ MS Excelൽ എങ്ങനെ നമ്മൾ ഹെഡർ ആൻഡ് ഫൂട്ടർ ഇൻസേർട്ട് ചെയ്യും. ഇപ്പോൾ ഹെഡർ എന്താണ്? ഹെഡർ is an information that appear at the top of each printed page, and footer is the information that appears at the bottom of each printed page. By default, new workbooks do not have header or footers. ഡിഫോൾട്ട് ആയിട്ട് ഹെഡറും ഫൂട്ടറും ഒന്നും ഉണ്ടാവില്ല, നമ്മൾ പിന്നെ ആഡ് ചെയ്യണം. അപ്പോൾ ഹെഡർ ആൻഡ് ഫൂട്ടർ തിയറി എന്താണ്? എ ഹെഡർ ഈസ് ആൻ ഇൻഫോർമേഷൻ നമ്മൾ വേർഡിൽ എങ്ങനെയാണ് പറഞ്ഞ, ഒരു പേജിന്റെ ടോപ്പ് കാണുന്നതിന് ഹെഡർ എന്ന് പറയും, താഴെ ഹെഡർ ഇതിലെ ഫൂട്ടർ എന്ന് പറയും. ഇൻസേർട്ട് ചെയ്യുന്നതും ഡിലീറ്റ് ചെയ്യുന്നതിലും ഞാൻ പറഞ്ഞു തന്നല്ലേ. അപ്പം MS Excel എന്താണ്? ഹെഡർ ഈസ് ദി ഇൻഫോർമേഷൻ ദാറ്റ് അപ്പിയേഴ്സ് അറ്റ് ദി ടോപ്പ് ഓഫ് ഈച്ച് പ്രിന്റഡ് പേജ്, ആൻഡ് ഫൂട്ടർ ഈസ് ദി ഇൻഫോർമേഷൻ that appears at bottom of each printed page. By default, new workbooks do not have header or footers. അപ്പോൾ എങ്ങനെ how to add header and footer? അപ്പോൾ ഹെഡർ ഇത് സ്റ്റെപ്സ് ഇങ്ങനെ പറയുന്നത് എനിക്ക് എന്നപാടെ ഞാൻ ചെയ്ത് കാണിച്ചു തരാം. ചൂസ് എവിടുന്നാ ചെയ്യുക? പേജ് സെറ്റപ്പ് ഡയലോഗ് ബോക്സ്. വേർഡിലാണെങ്കിലോ ഇൻസേർട്ട് ഹെഡർ ആൻഡ് ഫൂട്ടർ ആണ്. ഇതിലെവിടെയാണ്? ചൂസ് പേജ് സെറ്റപ്പ് ഡയലോഗ് ബോക്സ്, ഹെഡർ ഓർ ഫൂട്ടർ ടാബ്. പേജ് സെറ്റപ്പ് ഡയലോഗ് ബോക്സ് എടുത്തിട്ട് അതിൽ ഹെഡർ ഓർ ഫൂട്ടർ ടാബ് എടുക്കുക. അതിനുശേഷം യു ക്യാൻ ചൂസ് ദി പ്രീഡിഫൈൻഡ് ഹെഡർ ആൻഡ് ഫൂട്ടർ ടു ക്രിയേറ്റ് യുവർ കസ്റ്റം നോട്ട്സ്. അതിൽ പ്രീഡിഫൈൻഡ് എന്തുണ്ട്? ഹെഡർ ആൻഡ് ഫൂട്ടേഴ്സ് ഉണ്ട് എന്ന് പറയുന്നത് ഈ വിൻഡോ. ഇവിടെ ഒരു ഞാൻ പിക്ചർ വിൻഡോ ഇട്ട് ചെയ്ത് കാണിച്ചു തരാം. അതിനകത്ത് ഫസ്റ്റ് പേജ് ഡിസ്പ്ലേ ദി പേജ് നമ്പർ വേണമെങ്കിൽ പേജ് നമ്പർ സെറ്റ് ചെയ്യാം. ഡിസ്പ്ലേസ് ദി ടോട്ടൽ നമ്പർ ഓഫ് പേജ് ടു ബി പ്രിന്റഡ്. എന്തെല്ലാം ഡിസ്പ്ലേ ചെയ്യാം? പേജ് നമ്പർ ഡിസ്പ്ലേ ചെയ്യാം, ടോട്ടൽ നമ്പർ ഓഫ് എത്ര പേജ് നമുക്ക് പ്രിന്റ് ചെയ്യണം അതിൻ്റെ ഡിസ്പ്ലേ ചെയ്യാം. ഡിസ്പ്ലേ ദി കറണ്ട് ഡേറ്റ്, എന്തെല്ലാം ഹെഡറിൽ ഡിസ്പ്ലേ ചെയ്യാം? കറണ്ട് ഡേറ്റ് ഡിസ്പ്ലേ ചെയ്യാം. ഡിസ്പ്ലേ ദി കറണ്ട് ടൈം ഡിസ്പ്ലേ ചെയ്യാം. ഡിസ്പ്ലേ ദി വർക്ക്സ് കംപ്ലീറ്റ് പാത്ത് ഫയൽ നെയിം, അതായത് ഈ ഫയലിന്റെ പാത്തും ഫയൽ നെയിമും എല്ലാം വേണമെങ്കിൽ നമുക്ക് ഹെഡറിൽ ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും. ഡിസ്പ്ലേ ദി വർക്ക് ബുക്സ് കംപ്ലീറ്റ് പാത്ത്, ഡിസ്പ്ലേ ദി വർക്ക് ബുക്ക് നെയിം, വർക്ക് ബുക്കിന്റെ നെയിം ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും. ഡിസ്പ്ലേ ദി ഷീറ്റ് നെയിം, ഷീറ്റ് നിങ്ങൾ റീനെയിം ചെയ്തിട്ട് ഷീറ്റിന് വേറെ പേര് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഷീറ്റ് എന്ത് ചെയ്യാൻ പറ്റും? അതിന്റെ നെയിം ഹെഡറിൽ ഡിസ്പ്ലേ ചെയ്യാം. അപ്പൊ ഇത്രയും ഓപ്ഷൻസ് ആണ് എന്ത് എങ്ങനെയാണ് ഹെഡർ ആൻഡ് ഫൂട്ടർ പേജ് സെറ്റപ്പ് ഡയലോഗ് ബോക്സ് എടുത്തിട്ട് നമുക്ക് അതിൽ നിന്ന് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ എന്തെല്ലാം ഉണ്ട്? ഡിസ്പ്ലേ പേജ് നമ്പർ ഡിസ്പ്ലേ ചെയ്യാം, ടോട്ടൽ നമ്പർ ഓഫ് പേജസ് ഡിസ്പ്ലേ ചെയ്യാം, ഡിസ്പ്ലേ ദി കറണ്ട് ഡേറ്റ്, ഡിസ്പ്ലേ ദി കറണ്ട് ടൈം, ഡിസ്പ്ലേ ദി വർക്ക്സ് കംപ്ലീറ്റ് പാത്ത് ആൻഡ് ഫയൽ നെയിം, ഡിസ്പ്ലേ ദി വർക്ക് നെയിം, വർക്ക് ബുക്ക് നെയിം, ആൻഡ് ഡിസ്പ്ലേ ദി ഷീറ്റ്സ് നെയിം. അതർ ഹെഡർ ആൻഡ് ഫൂട്ടർ ഓപ്ഷൻസ്. അതിൽ വരുന്ന വേറെ ഓപ്ഷൻ, when header or footer is selected in page layout view, the header and footer design option group contains controls that you let specify other options. എന്തെല്ലാം ഓപ്ഷൻ വരുന്നത്? ഡിഫറെന്റ് പേജസ്. ഇതാണ് ഡിഫറെന്റ് പേജസ്. വേറെ പേജ് ചെക്ക് ദിസ് ടു സ്പെസിഫൈ ഡിഫറെന്റ് ഹെഡർ ഓർ ഫൂട്ടർ ഓഫ് ദി ഫസ്റ്റ് പ്രിന്റഡ് പേജ്. വേറെ ഏതെങ്കിലും പേജിന്റെ ഇൻഫോർമേഷൻ അതിനെ പറ്റിയിട്ടുള്ളത് കൊടുക്കണമെങ്കിൽ ഡിഫറെന്റ് ഫസ്റ്റ് പേജിന്റെ ചെക്ക് ദിസ് ടു സ്പെസിഫൈ ഡിഫറെന്റ് ഹെഡർ ഓർ ഫൂട്ടർ ഫോർ ദി ഫസ്റ്റ് പ്രിന്റഡ് പേജ്. അതിൽ വേണ്ട ഡിഫറെന്റ് ഓഡ് ഓർ ഈവൻ പേജ്, ചെക്ക് ദിസ് ടു സ്പെസിഫൈ ഡിഫറെന്റ് ഹെഡർ ഓർ ഫൂട്ടർ ഫോർ ഓഡ് ആൻഡ് ഈവൻ പേജ്. ഇപ്പോൾ ഓഡിനും ഈവൻ പേജിനും വേറെ വേറെ ഫൂട്ടറും ഹെഡറും കൊടുക്കണമെങ്കിൽ അത് സെറ്റ് ചെയ്യാൻ പറ്റും. ഡിഫറെന്റ് ഫസ്റ്റ് പേജിന് ചെക്ക് ദിസ് ടു സ്പെസിഫൈ ഡിഫറെന്റ് ഹെഡർ ഓർ ഫൂട്ടർ ഫോർ ദി ഫസ്റ്റ് പ്രിന്റഡ് പേജ്. ഫസ്റ്റ് പ്രിന്റഡ് പേജിന് നമുക്ക് വേണമെങ്കിൽ ഡിഫറെന്റ് ഹെഡർ ആൻഡ് ഫൂട്ടർ കൊടുക്കാൻ പറ്റും. ഓഡും ഈവനും ഡിഫറെന്റ് ഹെഡർ ആൻഡ് ഫൂട്ടറും കൊടുക്കാൻ പറ്റും. സ്കെയിൽ വിത്ത് ഡോക്യുമെന്റ്, ഇഫ് ചെക്ക്ഡ് ദി ഫോണ്ട് സൈസ് ഇൻ ദി ഹെഡർ ആൻഡ് ഫൂട്ടർ വിൽ ബി സൈസ്ഡ്. നമുക്ക് അതെന്ത് ചെയ്യാൻ പറ്റും? സൈസ് എല്ലാം ചെക്ക് ചെയ്യാൻ പറ്റും. അക്കോർഡിംഗ്ലി ഇഫ് ദി ഡോക്യുമെന്റ് ഈസ് സ്കെയിൽഡ് വെൻ പ്രിന്റഡ്, ദിസ് ഓപ്ഷൻ ഈസ് എനേബിൾഡ് ബൈ ഡിഫോൾട്ട്. സ്കെയിൽ വിത്ത് ഡോക്യുമെന്റ് എന്ന് പറഞ്ഞാൽ ചെക്ക്ഡ് ഫോണ്ട് സൈസ് ഹെഡർ അതെല്ലാം നമുക്ക് വേണമെങ്കിൽ സെറ്റ് ചെയ്യാൻ പറ്റും. അലൈൻ വിത്ത് പേജ് നമ്പർ, അത് ഈ ചെക്ക്ഡ് എന്ന് പറയുന്ന ടിക്ക് കൊടുക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? ദി ലെഫ്റ്റ് ഹെഡർ ആൻഡ് ഫൂട്ടർ വിൽ അലൈൻ വിത്ത് ലെഫ്റ്റ് മാർജിൻ ആൻഡ് ദി റൈറ്റ് ഹെഡർ ആൻഡ് ഫൂട്ടർ വിൽ ബി അലൈൻ വിത്ത് റൈറ്റ് മാർജിൻ. ദിസ് ഓപ്ഷൻ ഈസ് എനേബിൾഡ് ബൈ ഡിഫോൾട്ട്. അതെല്ലാം ഡിഫോൾട്ട് ആയിട്ട് എനേബിൾ ആയിട്ട് ഉണ്ടാവുക പറയുന്നത്. അലൈൻ വിത്ത് പേജ് നമ്പറിനൊക്കെയായിട്ട് അലൈൻ ചെയ്യും. അപ്പൊ ഡിഫറെന്റ് ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ഫസ്റ്റ് പേജ് എന്ന് പറയുന്ന ഓപ്ഷൻ,
ഡിഫറെന്റ് ഓഡ് ആൻഡ് ഈവൻ പേജ്, സ്കെയിൽ വിത്ത് ഡോക്യുമെന്റ്, അലൈൻ വിത്ത് പേജ് മാർക്കർ. ഇത്രയും ഓപ്ഷൻസ് ആണ് ഇതില് ഹെഡർ ആൻഡ് ഫൂട്ടർ എന്ന് പറയുന്ന ഇതിലുള്ളത്. MS ഓഫീസ് MS എക്സലിലെ ഹെഡർ ആൻഡ് ഫൂട്ടറിൽ ഇത്രയും ഓപ്ഷൻസ് ആണ് ഉള്ളത്. അപ്പൊ ഇത് കാണിച്ചു തന്നിട്ട് ഞാൻ അടുത്തത് പറയാം അല്ലെ, ഇത് എങ്ങനെ ചെയ്യുന്നു നമുക്ക് ഹെഡർ ആൻഡ് ഫൂട്ടർ. ഇപ്പം ഇതില് ഡാറ്റ എന്തെങ്കിലും വേണം അല്ലെ. വേർഡിലെ പോലെ കോപ്പി ചെയ്തിടാൻ പറ്റും, മാർക്ക് അങ്ങോട്ട് ആക്കാം. തൽക്കാലം ABCD ആക്കാം അല്ലെ. ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്തിടാം. വലിയൊരു പേജ് നമുക്ക് ഒരുപാട് വേണ്ട, അതുകൊണ്ടാണ് ഇതിങ്ങനെ ചെയ്യുന്നത്. റോൾ നമ്പർ 101 102 വെക്കാം. പിന്നെ ഇതിൽ ശ്രദ്ധിക്കാം, നമ്മളിപ്പോ P101 എന്നെല്ലാം കൊടുത്തിട്ടുണ്ടെങ്കിൽ അല്ലേ ആൻസർ അത് 102. ഒരു ടെക്സ്റ്റും നമ്പറും ഒന്നിച്ച് കൊടുത്തിട്ട് ഡ്രാഗ് ചെയ്താൽ നമ്മൾ ആ 2 ഒന്നും കൊടുക്കേണ്ട ആവശ്യം, ഓട്ടോമാറ്റിക് അത് വരും. മാർക്ക് 301 ആറ്റം കൊടുക്കാം. ഹെഡർ ആൻഡ് ഫൂട്ടറും ചെയ്യണമെങ്കിൽ ഒരുപാട് ഡാറ്റ വേണ്ടതുകൊണ്ട് ഞാൻ ഇത്രയും വലിയത് ചെയ്യുന്നുണ്ട്. മൊത്തത്തിൽ പേസ്റ്റ് പേജ് ബ്രേക്കും ഇതിലെങ്ങനെ പേജ് സെറ്റ് ചെയ്യുന്നതെല്ലാം അറിയണ്ടേ. ഇതിൽ നമ്മൾ പേജ് സെറ്റപ്പ് വിൻഡോ പറഞ്ഞിട്ടില്ല അല്ലെ, ഇൻസേർട്ട് പറഞ്ഞു. പേജ് ലേഔട്ട് പറഞ്ഞില്ലല്ലോ. പേജ് ലേഔട്ടിൽ ഇതിലും ഉണ്ട്, എന്തുണ്ട്, മാർജിൻസ് എല്ലാം ഉണ്ട്. അപ്പൊ മാർജിൻസ് എന്ന് പറഞ്ഞാല് എന്താ, നോർമൽ മാർജിൻ. ഇപ്പൊ ഇതിൽ സെറ്റിംഗ്സിലൊന്നും നമുക്ക് മനസ്സിലാവും. മാർജിൻ സെറ്റിംഗ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇത്രയാണ് ഡീഫോൾട്ട് ആയിട്ടുള്ള മാർജിൻ. അപ്പൊ വ്യൂവില് നമ്മള് എന്ത് ചെയ്യണം, പ്രിന്റ് പ്രിവ്യൂ എടുക്കണം. പ്രിന്റ് പേജ് പ്രിവ്യൂ ചെയ്താലേ നമുക്ക് ശരിക്കും മനസ്സിലാവും. അപ്പൊ ഇത് 2 പേജ് ആയിട്ടുള്ളത് കണ്ട, പേജ് 1 പേജ് 2. ഈ പേജ് 2 അപ്പൊ അതില് മാത്രമേ നമുക്ക് എന്താ പറ്റുള്ളൂ, പ്രിന്റ് പ്രിവ്യൂലാണ് അതിന്റെ ഇത് കണ്ട. ഇപ്പൊ ആ പേജ് ബ്രേക്ക് മനസ്സിലായത് അല്ലെ. പേജില് നമ്മൾ എവിടെയാക്കിയ നോർമൽ എടുത്താൽ പേജ് ബ്രേക്ക് എടുപ്പം കണ്ട ഇവിടെ ഡോട്ടർ ലൈൻസ് വന്നിട്ടാണ്. അപ്പൊ ഇതൊരു പേജ്, ഇത് അടുത്ത പേജ്. ആ മാർജിൻ സെറ്റിംഗ്സിൽ അതാ വരുന്നത്. ഇപ്പം ഈ വേർഡ് പോലെ നമുക്ക് മാർജിൻസ് കാണിക്കാൻ പറ്റില്ല, ഈ ഐന്റെ അടുത്താ വരുന്നത് അല്ലെ. നമ്മൾ ഇനി പേജ് ലേഔട്ടില് മാർജിൻ സെറ്റിംഗ്സ് എന്ത് മാറ്റാം, നോർമൽ എന്ന് പറയുമ്പോൾ ഐന്റെ അടുത്ത് വന്നല്ലേ. നമുക്കിത് വൈഡ് കൊടുത്ത് നോക്കിയാലേ ആ ഒരു മാർജിൻസ് ഇപ്പുറത്ത് വന്നു. ആ മാർജിന്റെ സെറ്റിംഗ്സ് എന്നില്ല, ഇതിൽ വലിയ എഫക്റ്റ് നമുക്ക് മനസ്സിലാവില്ല. ഇതാണ് നേരെ ആകുമ്പോ കുറച്ചും കൂടെ ഇപ്പൊ അതിലുണ്ടായത് കേലേക്ക് വന്നു. അപ്പൊ അത്രയും പേജിന്റെ സെറ്റിംഗ് ഇത്രയും കൂടി ഇതിന്റെ അകത്തേക്ക് വന്നു. ആദ്യം നമ്മൾ പ്രിന്റ് പ്രിവ്യൂ എടുത്തു നോക്കിയാൽ മാത്രമേ ഈ മാർജിന്റെ ടോട്ടൽ ലൈൻസിൽ. അതാകുമ്പോ മാർജിൻസിൽ എത്രയുണ്ട്, നോർമൽ മാർജിൻ, വൈഡ് മാർജിൻ, നാരോ മാർജിൻ, ലാസ്റ്റ് ഇതെല്ലാം വേർഡിലുള്ള സംഭവങ്ങൾ തന്നെയാണ് മാർജിൻ സെറ്റിംഗ്. പിന്നെ ഓറിയന്റേഷൻ എന്ന് പറയുന്നത് എന്നാ, പോർട്രേറ്റ്, ലാൻഡ്സ്കേപ്പ്. ആ വിഡ്ത്തിൽ വരും അതന്നെ. ഇപ്പം ലാൻഡ്സ്കേപ്പ് ആ കൊടുക്കുന്ന ലാൻഡ്സ്കേപ്പ് പ്രിന്റിംഗ് ആണെന്ന് കണ്ട N വരെ വരുന്നുണ്ട് അല്ലെ. പോർട്രേറ്റ് ആണെങ്കിൽ ഇപ്പൊ നമുക്ക് വിഡ്ത്തിലാണ് എക്സൽ ഷീറ്റ് പ്രിന്റ് ചെയ്യണമെങ്കിൽ ലാൻഡ്സ്കേപ്പ്. ഓറിയന്റേഷൻ വേർഡിലില്ല പോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, എത്ര സെറ്റപ്പ് ഉണ്ട്, പോർട്രേറ്റും ഉണ്ട് ലാൻഡ്സ്കേപ്പും ഉണ്ട്. ഓറിയന്റേഷൻ എക്സലിലും വേർഡിലും സെയിം തന്നെയാണ്. ഇപ്പൊ പേജ് ലേഔട്ടിലാണ് എന്തെല്ലാം ഉള്ളത്, ഓറിയന്റേഷൻ, പോർട്രേറ്റ്, ലാൻഡ്സ്കേപ്പ്. പിന്നെ പേജ് ലേഔട്ടില് സൈസ് പിന്നെ വരുന്നതാണ് പേജ് ലേഔട്ട് വിൻഡോയില്. ഇത് തന്നെയല്ലേ വേർഡിലും ഉള്ളത്, A4 ആണോ A3 ആണോ ഏത് സൈസ്.
അതൊക്കെ സെറ്റ് ചെയ്യുന്നത്. ഇതിന്റെ പേജ് സെറ്റപ്പ് ജസ്റ്റ് പറയാന്നേലും മാർജിൻ സെറ്റിംഗ്സ് ഉണ്ട്, ഓറിയന്റേഷൻ ഉണ്ട്, സൈസ് ഉണ്ട്, പിന്നെ പ്രിന്റ് ഏരിയ, പ്രിന്റ് എടുക്കുമ്പോൾ പറയാം പ്രിന്റിന്റെ. അപ്പൊ പ്രിന്റ് ബ്രേക്ക്, ഇപ്പൊ ഈ സംഭവങ്ങളെല്ലാം എവിടെയാ ഉള്ളത്? പേജ് സെറ്റപ്പിൽ. നമ്മൾ ഹെഡർ ആൻഡ് ഫൂട്ടർ എവിടെയാ ഉള്ളത് എന്ന് പറയാം? പേജ് സെറ്റപ്പിൽ പ്രിന്റ് ടൈറ്റിൽസ് എന്ന് പറയുന്ന ഓപ്ഷൻസിലാണ് എന്തുള്ളത്? പേജസ് ഉണ്ട്, മാർജിൻസ് പറഞ്ഞു നമ്മൾ ഹെഡർ ആൻഡ് ഫൂട്ടർ. ഇവിടെയാണ് ഹെഡർ ആൻഡ് ഫൂട്ടർ ഉള്ളത്. മറ്റേത് ഇൻസേർട്ടിലെ പേജ് ലേഔട്ടില് പ്രിന്റ് ടൈറ്റിൽസ് എന്ന് പറയുന്നതിലാണ് ഏതുള്ളത്? അത് ഈ വേർഷൻ മാറിയിട്ട് പിന്നെ ഹെഡർ ആൻഡ് ഫൂട്ടർ എന്ന് പറയുന്ന ഓപ്ഷൻ. നമുക്ക് ഹെഡർ വേണ്ടത് ഇവിടെ കൊടുക്കുക. ഹെഡർ പേജ് അവിടെ ലാൻഡ്സ്കേപ്പ് പോർട്രേറ്റിൽ വരുന്നുണ്ട്. പിന്നെ മാർജിൻ സെറ്റിംഗ്സ് നമ്മൾ അതിൽ പറഞ്ഞു. ഇതിലാണ് ഹെഡർ വരുന്നത്. അപ്പൊ ഹെഡർ ഇവിടെ ഡീഫോൾട്ട് ആയിട്ട് കുറെ ഹെഡിങ് ഉണ്ട്. പേജ് 1, പേജ് 1 ഓർ ഷീറ്റ്, കോൺഫിഡൻഷ്യൽ, നമുക്ക് ഇങ്ങനെ കൊടുക്കാം. ഇതിലില്ലത് വേണമെങ്കിൽ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഫൂട്ടറും ഇതിലില്ലത് വേണമെങ്കിൽ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇതിലില്ലത് തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കണമെങ്കിൽ ഇങ്ങനെ കൊടുക്കാം. ഇപ്പൊ ഡിഫറെന്റ് ഓഡ് ആൻഡ് ഈവൻ പേജ് ഇതുണ്ട്, ഓപ്ഷൻസ് ഉണ്ട് എന്ന് പറഞ്ഞില്ലേ? ഡിഫറെന്റ് ഓഡ് ആൻഡ് ഈവൻ പേജ് ഉണ്ട്, ഡിഫറെന്റ് ഫസ്റ്റ് പേജ് ഉണ്ട്, സ്കെയിൽ വിത്ത് ഡോക്യുമെന്റ് ഉണ്ട്, അലൈൻ വിത്ത് പേജ് മാർജിൻ ഉണ്ട്. അപ്പൊ ഇത് രണ്ടും എനേബിൾ ആയിട്ടിരിക്കും എന്ന് പറഞ്ഞില്ലേ? സ്കെയിൽ വിത്ത് ഡോക്യുമെന്റും അലൈൻ വിത്ത് പേജ് നമ്പറും ആക്റ്റീവ് എനേബിൾ ആയിട്ടാണ് ഉണ്ടാവുക. പിന്നീല ഓപ്ഷൻസ് ഏതാ? ഡിഫറെന്റ് ഓഡ് പേജ്, ഡിഫറെന്റ് ഫസ്റ്റ് പേജ് എന്ന് പറയുന്ന ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ ഹെഡർ നമുക്ക് കസ്റ്റം ഹെഡർ എടുക്കാം. ഇത് ഡീഫോൾട്ട് ആയിട്ട് ഇതിലില്ലതാണ്. ഏത് രീതിയിൽ വേണം കൊടുക്കാന്ന്. പേജ് 1 കോൺഫിഡൻഷ്യൽ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട് നമുക്ക്? ഒന്നിക്ക് പേജിന്റെ പേര് കൊടുക്കാം, ഷീറ്റിന്റെ പേര് കൊടുക്കാം, കോൺഫിഡൻഷ്യൽ പേജ് ഡേറ്റും പേജ് നമ്പറും വെച്ചിട്ട് കൊടുക്കാം, അതിന്റെ പാത്ത്. അപ്പൊ ഇതിപ്പോ ഈ സി യൂസർ എന്ന് പറയുന്നത് അതിന്റെ പാത്ത് വേണമെങ്കിൽ പേജ് നമ്പർ, ഹെഡർ ആൻഡ് ഫുട്ട്. ഇതിൽ സെലക്ഷൻ ഉണ്ട്. ഇന്നാളാണ് പ്രിപ്പയർ ചെയ്യുന്ന ഈ രീതിയിലെല്ലാം നമുക്ക് സെലക്ഷൻ ഇതിൽ വരുന്നുണ്ട്, ഹെഡറിൽ വരുന്നുണ്ട്. ഡീഫോൾട്ട് ആയിട്ട് ഇതിൽ സെലക്ഷൻ വരുന്നുണ്ട്. നമുക്കായിട്ട് ഹെഡർ ആൻഡ് ഫൂട്ടർ എടുക്കണമെങ്കിൽ കസ്റ്റം ഹെഡർ എടുത്തിട്ട് ലെഫ്റ്റ് സെഷനിൽ ഇതാ നമുക്ക് എന്തെന്നാ വേണ്ടതെന്ന് വെച്ചിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഫോർമാറ്റ് ടെക്സ്റ്റ് പേജ് റൈറ്റ് സെഷനിൽ ഇന്നത് വേണം. ലെഫ്റ്റ് സെഷനിൽ നമുക്ക് മാർക്ക് ലിസ്റ്റ് ചെയ്യണം. ഇത് നമ്മൾ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നേ. സെന്റർ സെക്ഷനിൽ എന്ത് വേണം? ഡേറ്റ്. അങ്ങനെ നമുക്ക് ഇവിടുന്ന് ഡേറ്റ് എല്ലാം ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. കണ്ടേ? പേജ് നമ്പർ അല്ല, ഡേറ്റ്, കറണ്ട് ഡേറ്റ്. റൈറ്റ് സെക്ഷനിൽ നമുക്ക് ഒരു പിക്ചർ ആണെന്ന് വേണമെങ്കിൽ ചെയ്യാം. അത് വലിയ സംഭവിക്കും അല്ലേ? പിക്ചർ എല്ലാം വേണമെങ്കിൽ ഇത് ലാബിൽ ചെക്ക് കാണിച്ചു തരാം. നമുക്കിപ്പം ഫയൽ നെയിം ഇപ്പൊ സേവ് ചെയ്തില്ല. ഇൻസേർട്ട് ഷീറ്റ് നെയിം മാറ്റം കൊടുക്കാം. ഓക്കെ, ഷീറ്റിന് നമ്മളൊരു നെയിം. അപ്പൊ ഇത്രയും നമുക്ക് ഇങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, മാർക്ക് ലിസ്റ്റ് കണ്ട, പേജ് ഷീറ്റ് ഇങ്ങനെ സംഭവം മാർക്ക് ലിസ്റ്റ് എന്ന് വരും. പേജ് ഷീറ്റ് നമ്മൾ കൊടുത്തത് ഏത് ഹെഡർ ആയിട്ട് വന്നു. ഇനി ഫൂട്ടർ ആണെങ്കിൽ കസ്റ്റം ഫൂട്ടർ എടുക്കുക. അതിനകത്ത് ലെഫ്റ്റ് സെഷൻ പിന്നെ കാസ്പ് എന്ന് കൊടുത്തു. കോളേജ് ഓഫ് അപ്ഡേറ്റ് പേജ്. നമുക്ക് ഡേറ്റും ടൈമെല്ലാം വേണമെങ്കിൽ ഇവിടെ നിന്ന് ഇൻസേർട്ട് ചെയ്യാൻ പറ്റുന്നല്ലേ? ഒരു ടൈം ഉണ്ടല്ലോ, ടൈം സെലക്ട് ചെയ്തു. റൈറ്റ് സെഷനിൽ വേണമെങ്കിൽ നമുക്ക് ഇതിൽ എന്തെല്ലാം വരുന്നതെന്ന് അറിയാം. ഫോർമാറ്റ് ടെക്സ്റ്റ്, ബോൾഡ്, ഇറ്റാലിക്സ് അങ്ങനെയെല്ലാം വരുന്നുണ്ട്. ഇൻസേർട്ട് പേജ് നമ്പർ വേണം, പേജ് നമ്പർ ഇൻസേർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്പർ ഓഫ് പേജസ് ഇൻസേർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഡേറ്റ് ആൻഡ് ടൈം, ഈ ഓപ്ഷൻസ് ഞാൻ പറഞ്ഞല്ലേ. ഫോർമാറ്റ് ടെക്സ്റ്റ് പറയുന്നത് പേജ് നമ്പർ ഇൻസേർട്ട് ചെയ്യാൻ പറ്റും, നമ്പർ ഓഫ് പേജസ് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും, ഡേറ്റ് കറണ്ട് ഡേറ്റ് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും, കറണ്ട് ടൈം ഇൻസേർട്ട് ചെയ്യാൻ പറ്റും, ഫയൽ പാത്ത് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും, ഫയൽ നെയിം ഇൻസേർട്ട് ചെയ്യാൻ പറ്റും, പിന്നെ ഷീറ്റ് നെയിം ഇൻസേർട്ട് ചെയ്യാൻ പറ്റും, പിക്ചർ എല്ലാം ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. ഇതെല്ലാം നമ്മൾ കസ്റ്റം ഹെഡർ ആൻഡ് ഫൂട്ടർ എടുത്തിട്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, ഇതവിടെ കണ്ടിട്ടുണ്ട് ആക്റ്റീവ് വർക്ക് ബോക്സ് ഗോ ടു സെറ്റ്. ഇതവിടെ കാണുന്നുണ്ട്. പ്രിന്റ് പ്രിവ്യൂ എടുക്കണം. ഇപ്പൊ ഹെഡർ ആൻഡ് ഫൂട്ടർ ഇൻസേർട്ട് ചെയ്യുന്നത് ഇപ്പം വന്നിട്ടുണ്ട്. ഇതിൽ കറക്റ്റായിട്ട് മനസ്സിലാവുന്നില്ല അല്ലേ? ഇപ്പൊ എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് മനസ്സിലായോ? ഹോം എടുക്കുക,
ഹോമിലല്ല പേജ് ലേഔട്ട് എടുക്കുക, പ്രിന്റ് ടൈറ്റിൽ എടുക്കുക, അതിൽ ഹെഡർ ആൻഡ് ഫൂട്ടർ എടുക്കുക, അത് ഇതിന്റെ ലാൻഡ്സ്കേപ്പ് എല്ലാം സെറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, നമ്മൾ ക്രിയേറ്റ് ചെയ്ത മാർക്ക് ലിസ്റ്റ് എന്ന് ക്രിയേറ്റ് ചെയ്തു. എന്താണ് 10 ഒരു ഡേറ്റ് ഓപ്ഷൻ വന്നിട്ടുണ്ടല്ലോ. ആ പ്രിന്റ് പ്രിവ്യൂ എടുക്കണം കേട്ടോ. അതിൽ മാത്രമേ നമുക്ക് അത് വ്യൂ ചെയ്യാൻ പറ്റുന്നുള്ളൂ. പ്രിന്റ് എടുക്കുമ്പോൾ വരുന്നത്. ഇപ്പൊ ആ പ്രിന്റ് പ്രിവ്യൂ അവിടെ തന്നെ വ്യൂ ചെയ്ത് നോക്കുമ്പോൾ കണ്ട മാർക്ക് ലിസ്റ്റ്, ഡേറ്റ്, ഷീറ്റ്, ഇന്ന് ക്രിയേറ്റ് ചെയ്ത ഡേറ്റ്, ഇത്രയും കാര്യങ്ങൾ നമ്മളെ പ്രിന്റ് പ്രിവ്യൂല് മറ്റേലാ നമുക്ക് ഡയറക്റ്റ് വേർഡിൽ തന്നെ കാണുന്നുണ്ട് അല്ലേ. ഇപ്പൊ കുറെ പേജ് ഉണ്ടെങ്കിൽ ആ പേജിലെല്ലാം ഈ സംഭവങ്ങളെല്ലാം വരും. ഇതണ്ട ഇതിലെല്ലാം വന്നേ മാർക്ക് ലിസ്റ്റ് നമ്മൾ കൊടുത്തു വെച്ച ഹെഡർ മുകളിൽ വന്നു, ഫൂട്ടർ താഴെ വന്നു. ഇതാണ് ഇതിന്റെ വ്യത്യാസം എക്സലും വേർഡും തമ്മിൽ. വേണമെങ്കിൽ ഡയറക്റ്റ് ഇതെല്ലാം നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ പ്രിന്റ് എടുക്കാം. എത്ര കോപ്പി, ഇതാണ് പ്രിന്റിന്റെ വിൻഡോ. ഇത് നിങ്ങൾക്ക് പറയാനുണ്ട്. പ്രിന്റിന്റെ വിൻഡോ, പ്രിന്റ് എത്ര കോപ്പീസ് വേണമെങ്കിൽ പ്രിന്റ് എടുക്കാം. ആക്റ്റീവ് ഷീറ്റ്, പ്രിന്റിന്റെ സെറ്റിംഗ്സ്, എന്നാൽ പ്രിന്റും കൂടെ പറയാലോ അല്ലെ. പ്രിന്റിൽ എങ്ങനെയാ വരുന്നത്? പ്രിന്റിന്റെ ആക്റ്റീവ് ഷീറ്റ് പ്രിന്റ് ചെയ്യണോ, ഇത്ര പേജ് മുതൽ ഇത്ര പേജ് വരെ നമുക്ക് കൊടുക്കാൻ പറ്റും വേർഡ് ചെയ്യുന്ന പോലെ. പ്രിന്റ് വൺ സൈഡ് ആണെങ്കിൽ വൺ സൈഡ്, കൊളേറ്റഡ് 1 2 3 നമുക്ക് അങ്ങനെ കൊടുക്കാം. ഓർഡറിൽ വരും. പോർട്രേറ്റ് ഓറിയന്റേഷൻ, ഇവിടുന്ന് വേണമെങ്കിൽ ഓറിയന്റേഷൻ മാറ്റാം. ഇതിന്റെ വ്യത്യാസം കണ്ടേ. ലാൻഡ്സ്കേപ്പ് ആകുമ്പോൾ വിഡ്ത്ത് ബേസിൽ വരും, ഇതുപോലെ പ്രിന്റ് ചെയ്ത് വരും. പോർട്രേറ്റ് ആണെങ്കിൽ സാധാരണ. അപ്പൊ അതിൽ നമ്മൾ കൊടുത്ത ഹെഡർ ഫൂട്ടർ ലെറ്റർ, അതിന്റെ സൈസ് A4 സൈസ് വേണമെങ്കിൽ A4 സൈസ് എല്ലാം നമുക്ക് ഇവിടുന്ന് തന്നെ സെറ്റ് ചെയ്യാം. മാർജിൻസ് ഇവിടെ എല്ലാം പ്രിന്റ് ചെയ്യുന്നതിന് മുന്നേ സെറ്റിംഗ്സ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ ഹെഡർ ആൻഡ് ഫൂട്ടർ വന്നത് മനസ്സിലായില്ല. പ്രിന്റ് പ്രിവ്യൂലാന്ന് ശരിക്കും മനസ്സിലാവുമല്ലോ. ഓക്കെ, ഇതെല്ലാം പ്രിന്റ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ സെറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ ഹെഡർ ആൻഡ് ഫൂട്ടറെല്ലാം ചെയ്യാൻ പറ്റും. ഇതെന്തുകൊണ്ടാണ് ബോർഡർ വരാത്തതെന്ന് അറിയാം. നമ്മൾ ഇതിന് ബോർഡർ കൊടുത്തു വെച്ചിട്ടില്ലല്ലോ, അതുകൊണ്ടാണ് ബോർഡർ വരാത്തത്. അപ്പൊ ഇതിൽ കാണൂല കണ്ടാ. ഇതിന്റെ പ്രിവ്യൂല് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. കൺട്രോൾ P അടിച്ചാലും മതി. പ്രിന്റിന് കൺട്രോൾ P അടിച്ചാൽ മനസ്സിലാവും. അതാണ് ഷോർട്ട് കട്ട്. ഓക്കെ, ഇതാണ് ഹെഡർ ആൻഡ് ഫൂട്ടർ ഇൻ MS Excel. ചെയ്ത് നോക്കിയിട്ടുണ്ടാവില്ല അല്ലെ. അപ്പം ഇതാണ് പേജ് ലേഔട്ടിൽ പ്രിന്റ് ടൈറ്റിൽ എന്ന് പറയുന്നില്ല എന്നുള്ളത്. ഇത് ഓപ്ഷൻ ആയിട്ട് ഹെഡർ ആൻഡ് ഫൂട്ടർ എവിടെയും കാണുന്നില്ല. നമ്മൾ എവിടെ പോകണം? പേജ് ലേഔട്ട്. വേർഡിലാണെങ്കിൽ ഇൻസേർട്ടിലാണ്. ഇത് പേജ് ലേഔട്ടിൽ പ്രിന്റ് ടൈറ്റിൽസിലാണ് എന്തുള്ളത്? ഹെഡർ ആൻഡ് ഫൂട്ടേഴ്സ് എടുക്കുക. അവിടെ നമുക്ക് ഇഷ്ടമില്ല ഹെഡർ ആൻഡ് ഫൂട്ടർ, കസ്റ്റം ഹെഡറും കസ്റ്റം ഫൂട്ടറും എടുത്തിട്ടാണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പൊ അത് തിയറിയിൽ അത് എഴുതിയിട്ടില്ല അല്ലെ. കസ്റ്റം ഫൂട്ടർ ക്ലിക്ക് ചെയ്യാം. അതിനകത്ത് നമ്മൾ എന്ത് ചെയ്യാം? നമുക്ക് ഇഷ്ടമില്ല ഇത് ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ ഫസ്റ്റ് ക്ലിക്ക് കസ്റ്റം. ഡീഫോൾട്ട് ആയിട്ട് ഇതിലുള്ളത് മാത്രമേ ഞാൻ നോട്ട്സിൽ പറഞ്ഞിട്ടുണ്ടാവുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? കസ്റ്റം ഹെഡർ എടുത്തിട്ട് നമുക്ക് ഇഷ്ടമില്ല ഹെഡർ, അത് ലെഫ്റ്റ് സെഷൻ, സെന്റർ സെഷൻ, റൈറ്റ് സെഷൻ എന്ന് പറഞ്ഞ 3 സെഷനിൽ എന്ത് ചെയ്യാം? ഇഷ്ടമില്ല ഹെഡറും ഫൂട്ടറും കൊടുത്തു നോക്കുക. അതുപോലെ ഫൂട്ടർ എടുത്തിട്ട് ഫൂട്ടറിലും ലെഫ്റ്റ്, സെന്റർ, റൈറ്റ് ഇങ്ങനെയുള്ള ഓപ്ഷൻസ് കൊടുത്തു നോക്കുക. ദെൻ ഓക്കെ, പ്രിന്റ് പ്രിവ്യൂ ഇവിടെ തന്നെ നോക്കുക. ഓക്കെ, എന്നാലും നമുക്കത് മനസ്സിലാവുള്ളൂ. അല്ലാണ്ട് ഡയറക്റ്റ് എക്സൽ ഷീറ്റ് എന്ത് ചെയ്യാൻ പറ്റില്ല. ഹെഡർ ആൻഡ് ഫൂട്ടർ. ഓക്കെ, ഇതാണ് ഹെഡർ ആൻഡ് ഫൂട്ടർ ഇൻ MS Excel. ഇപ്പൊ പേജ് ലേഔട്ടിലൊക്കെ ഒന്നും പറയാനില്ല. മാർജിൻസ് ഉണ്ട്, ഓറിയന്റേഷൻ ഉണ്ട്, പേപ്പർ സൈൻ ഉണ്ട്, പ്രിന്റ് ഏരിയ. ഇനി ഹൗ ടു പ്രിന്റ് MS Excel. സെറ്റ് പ്രിന്റ് ഏരിയ ഇത് സെലക്ട് ചെയ്യണം. അപ്പൊ ഇത്രയും പ്രിന്റ് ഉണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യാം. പ്രിന്റ് ഏരിയ, നമുക്ക് പ്രിന്റ് ഏരിയ സെലക്ട് ചെയ്യാനല്ല. അപ്പൊ ഇത്രയേ ഉള്ളത്, നമുക്ക് ഇത്രയും വേണ്ടെങ്കിൽ പ്രിന്റ് ഏരിയ നോക്കുമ്പോ ഇത്രയും ആവും. ഇപ്പൊ നമ്മൾ എക്സൽ ഷീറ്റ് പ്രിന്റ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ കൺട്രോൾ P അടിച്ചു നോക്കണേ. ഇല്ലേ മനസ്സിലാവില്ല. ഇത്രേ വരുള്ളൂ. ഈ നെയിം ഇത്ര വരെയല്ല, അതിനപ്പുറത്തുള്ളത് അടുത്ത പേജിലായിട്ടാണ് വരിക. അപ്പൊ പ്രിന്റ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ എന്ത് ചെയ്യണം? പ്രിന്റ് പ്രിവ്യൂ എടുത്തിട്ട് നോക്കണം. പ്രിന്റ് പ്രിവ്യൂ എടുത്താൽ മാത്രമേ ഇതിപ്പോ സെലക്ട് പ്രിന്റ് ഏരിയ, ഇപ്പൊ ഞാൻ ഇത്രയും സെലക്ട് ചെയ്ത് അത് മാത്രം പ്രിന്റ് ചെയ്ത് വരും. ആ സെലക്ഷനാണ് വരിക. ഇനി ബ്രേക്ക്, നമുക്ക് ഇവിടുന്ന് പേജ് ബ്രേക്ക് ചെയ്യണമെങ്കിൽ
അടുത്തത് പേജ് ബ്രേക്ക് അല്ലേ, അത് പറയാം അല്ലെ. അപ്പൊ ഇത് മനസ്സിലായില്ലേ, ഹെഡർ ആൻഡ് ഫൂട്ടർ എന്താണ് സംബന്ധിച്ചത്. ഇനി പേജ് ബ്രേക്ക്. ഇഫ് യു ഡോണ്ട് വാണ്ട് റോ ടു പ്രിന്റ് വൺ പേജ് ബൈ ഇറ്റ് സെൽഫ്, യു ഡോ വാണ്ട് ടു ഏബിൾ ഹെഡർ ടു ആഡ് ദി ലാസ്റ്റ് ലൈൻ. അതായത് നമുക്ക് അടുത്ത പേജിലേക്ക് ബ്രേക്ക് വേണമെങ്കിൽ ഇൻ MXL ഗിവ് യു പ്രിസൈസ് കൺട്രോൾ ഓവർ ദി പേജ് ബ്രേക്ക്. അതായത് ഇത്രയും നമ്മൾ ടൈപ്പ് ചെയ്തു, ഇത് അടുത്ത പേജിലാണ് വേണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം. MS Excel handles page break automatically, but sometimes you may want to force a page break either vertical or a horizontal ones. നമുക്ക് സാധാരണ വേർഡിൽ എന്തായത് ഒരു വേർഡ് കഴിഞ്ഞ ടെക്സ്റ്റ് കഴിഞ്ഞ അടുത്ത ഇതിലേക്ക് ഓട്ടോമാറ്റിക് കൺട്രോൾ ആവും നമ്മൾ എൻ്റർ അടിച്ചാൽ അല്ലേ. അപ്പൊ നമുക്ക് ആവശ്യമില്ല, നമുക്ക് ഇത്രയും കണ്ടന്റ് അടുത്ത പേജിലേക്ക് കൊടുക്കണം, വേർഡിൽ പേജ് ബ്രേക്ക് കൊടുക്കില്ല. അതുപോലെ എക്സലിൽ നമുക്കായിട്ട് പേജ് ബ്രേക്ക് കൊടുക്കാൻ പറ്റുന്ന പറയുന്നു. ഡീഫോൾട്ട് ആയിട്ട് അത് അടുത്ത പേജിൽ പോകും. ഒരു പേജിലെ കണ്ടന്റ്സ് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് അടുത്ത പേജ് വരും. അത് ആ പ്രിവ്യൂ നോക്കുമ്പോൾ മനസ്സിലാവും. ആ ഇപ്പുറത്ത് വര വരുന്നത് ഈ സെക്ഷൻ ഇത്രയും ഒരു പേജിൽ വരും, അടുത്തത് അടുത്ത പേജിൽ വരും, അങ്ങനെയാണ്. അപ്പൊ നമ്മൾ പ്രിന്റ് എടുക്കുമ്പോൾ ശരിക്കും സെലക്ട് ചെയ്തിട്ടല്ലാന്ന് പ്രിന്റ് എടുക്കുക. അപ്പൊ നമ്മൾ എന്തിനാ പേജ് ബ്രേക്ക് ചെയ്യുന്നത്, നമുക്ക് ഇപ്പൊ ഇത്രയും സെക്ഷൻ അടുത്ത പേജിൽ വേണമെങ്കിൽ. ഫോർ എക്സാമ്പിൾ, ഇഫ് യു വാണ്ട് വർക്ക്ഷീറ്റ് കൺസിസ്റ്റ് ഓഫ് സെവറൽ ഡിസ്റ്റിങ് സെക്ഷൻ, യു മേ വാണ്ട് ടു പ്രിന്റ് ഈച്ച് സെക്ഷൻ ഓൺ എ സെപ്പറേറ്റ് ഷീറ്റ് ഓഫ് പേപ്പർ. നമുക്ക് ഇഷ്ടമുള്ളത് ഈ സെക്ഷൻ മാത്രം ഒരു പേജിൽ, അത് അടുത്തത് ഒരു പേജിലെല്ലാം വേണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ അവിടെ എന്ത് ചെയ്യണം, ബ്രേക്ക് ആക്കണം. ഇൻസേർട്ട് ഹൊറിസോണ്ടൽ ബ്രേക്ക്. എക്സാമ്പിൾ, യു വാണ്ട് ടു റോ 14 ടു ബി ഫസ്റ്റ് റോ ഓഫ് ദി ന്യൂ പേജ്. അപ്പൊ ഇത് ഒരു കുറെ പേജ് ഉണ്ട്, ഈ 14ാമത്തെ നമുക്ക് എന്ത് ചെയ്യണം, അടുത്ത പേജിൽ വരണമെങ്കിൽ എവിടുന്ന് ചെയ്യണം. ദെൻ ചൂസ് പേജ് ലേഔട്ട് പോവാ, പേജ് സെറ്റപ്പ് ഗ്രൂപ്പ് നിന്ന് ബ്രേക്സ് ഇൻസേർട്ട് പേജ് ബ്രേക്ക് കൊടുക്കുക. അത്രേ ചെയ്യണ്ടു. പേജ് ബ്രേക്ക് റിമൂവ് ചെയ്യണമെങ്കിലും ഉണ്ട്. റിമൂവ് എ പേജ് ബ്രേക്ക്, യു ആഡഡ് മൂവ് സെൽ പോയിന്റർ ടു ദി ഫസ്റ്റ് റോ ബെനീത്ത് ദി മാനുവൽ പേജ് ബ്രേക്ക് ആൻഡ് ചൂസ് പേജ് ലേഔട്ട് പേജ് സെറ്റപ്പ് ബ്രേക്സ് റിമൂവ് പേജ് ബ്രേക്ക്. ഇപ്പൊ നമുക്ക് ഇവിടുന്ന് പേജ് ബ്രേക്ക് കൊടുത്തത് റിമൂവ് ചെയ്യണം, അവിടെ പോയിട്ട് റിമൂവ് പേജ് ബ്രേക്ക് കൊടുത്താൽ മതി. അപ്പൊ ഇതാണ് പേജ്. വാട്ട് ഈസ് പേജ്? ഇത് സിലബസിൽ ഉള്ളതുകൊണ്ട് ഞാൻ ടോപ്പിക്സ് മാത്രം എടുക്കുന്നതാണ്. ഹെഡർ ആൻഡ് ഫൂട്ടേഴ്സ് പറഞ്ഞു. നിങ്ങൾ സിലബസിലെ നെയിം അടക്കം ഹെഡർ ആൻഡ് ഫൂട്ടർ, പേജ് ബ്രേക്സ് എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇത്രയും ചിലപ്പോൾ വാട്ട് ഈസ് ഹൗ ടു ഇൻസേർട്ട് ഹെഡർ ആൻഡ് ഫൂട്ടർ ചോദിക്കാം, വാട്ട് ഈസ് പേജ് ബ്രേക്ക് ഇൻ MX Excel ചോദിക്കാം. അപ്പൊ പേജ് ബ്രേക്ക് എന്താണെന്നാ മനസ്സിലായില്ലേ, നമുക്ക് ആവശ്യമുള്ള സ്ഥലത്ത് നിന്ന് അടുത്ത പേജിലേക്ക് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്കിപ്പോൾ ഈ കണ്ടന്റ്സ്, അതായത് ഈ 14ാമത്തെ പേജിൽ നിന്ന് എന്ത് ചെയ്യണം, ഇവിടെ എനിക്ക് പേജ് ബ്രേക്ക് വേണം. ഇപ്പൊ പേജ് ബ്രേക്ക് എവിടെയാ ഉള്ളത്, ഇവിടെയാ ഉള്ളത്. ഇത് കുറെ ആക്കാം. Ctrl+C അല്ലേ. ഇവിടെയാണ് ഡീഫോൾട്ട് ആയിട്ട് പേജ് ബ്രേക്കിൽ ഈ വര കാണുന്നില്ല, ഇതാണ് പേജ്, ഒരു പേജ്. ഇത് അടുത്ത പേജിലാണ് വരിക. ഇത് അത് കഴിഞ്ഞിട്ട് അടുത്ത നമ്മൾ ടൈപ്പ് ചെയ്യുന്നതിന് കണക്കായിട്ടാണ് ഇതിൽ പേജ് സെറ്റ് ആവുക. അപ്പൊ ഇതൊരു പേജ്, ഇതൊരു പേജിൽ വരും, ഇത് അടുത്ത പേജിൽ. എനിക്ക് അതല്ല, ഈ 14ാമത്തേൽ നിന്ന് പേജ് ബ്രേക്ക് വേണമെങ്കിൽ നിങ്ങൾ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് എന്താ പറഞ്ഞ, പേജ് ലേഔട്ടിൽ ബ്രേക്സ് എടുക്കുക, ഇൻസേർട്ട് പേജ് ബ്രേക്ക് എടുക്കുക. അപ്പൊ അവിടെ എന്ത് ചെയ്തു, ഇപ്പൊ ഈ സംഭവമില്ലേ, ഈ 13 മുതൽ ഇങ്ങോട്ടുള്ളത് അടുത്ത പേജിൽ വരും. അവിടെ പേജ് ബ്രേക്ക് ആയി. നമ്മൾ ഇനിയിപ്പോ ഇത് കാണണമെങ്കിൽ Ctrl+P അടിക്കുക. പ്രിന്റിലെ ശരിക്കും അറേഞ്ച്മെന്റ് കാണൂലേ, Ctrl+P അടിച്ചാൽ ആ പേജ് ബ്രേക്ക് കാണും. ഈ ബി ഇല്ലേ, ഇതിന് ശേഷമുള്ളത് അടുത്ത പേജിലേക്ക് പോയി, നേരത്തെ ഇവിടെ ഫുൾ ഉണ്ടായി. അങ്ങനെയാണ് പേജ് ബ്രേക്ക്. തിരിച്ചു വരാൻ എസ്കേപ്പ് കീ പ്രസ് ചെയ്താൽ മതി. അതാണ് പേജ് ബ്രേക്ക്. എനിക്ക് ഈ പേജ് ബ്രേക്ക് വേണ്ടെങ്കിൽ എന്താ ചെയ്യാൻ പറഞ്ഞേ, സെലക്ട് ചെയ്യാം, ബ്രേക്സ് പോയിട്ട് റിമൂവ് പേജ് ബ്രേക്ക് എടുക്കുക. റോ സെലക്ട് ചെയ്യാം, ബ്രേക്കിൽ റിമൂവ് പേജ് ബ്രേക്ക്. ബ്രേക്ക് പോയിട്ടുണ്ടാവില്ലേ അല്ലേ. പേജ് ബ്രേക്സ് പോവാ. പ്രിവ്യൂ അടിച്ചൊക്കാം, ഞാനത് പറഞ്ഞത്. റിമൂവ് പേജ് ബ്രേക്ക് എടുത്താൽ മതി. ഇവിടെ പോയിട്ട് ബ്രേക്സിൽ റിമൂവ് പേജ് ബ്രേക്സിൽ ലാബിന്ന് കാണിച്ചു തരാം അല്ലെ, സമയം കളയണ്ട. റിമൂവ് പേജ് ബ്രേക്ക് കൊടുത്താൽ മതി. അപ്പൊ അതാണ് ഇത് ബ്രേക്സ്. റീസെറ്റ് അല്ലെങ്കിൽ റീസെറ്റ് കൊടുത്താൽ മതി, അതാണല്ലേ. അപ്പൊ റിമൂവ് പേജ് ബ്രേക്ക് വരുന്നില്ലെങ്കിൽ നിങ്ങൾ റീസെറ്റ് പേജ് ബ്രേക്ക് കൊടുത്താൽ മതി.
റിമൂവ് പേജ് ബ്രേക്കർ പറഞ്ഞാൽ അതാവുന്നില്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി. ഇപ്പൊ ഇവിടെ നമ്മളൊരു ബ്രേക്ക് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻസേർട്ട് പേജ് ബ്രേക്ക് ഇത് റീസെറ്റ് ചെയ്താൽ മതി. ഒറിജിനലിലേക്ക് പോവാൻ റീസെറ്റ് പേജ് ബ്രേക്ക്, ഓൾ ബ്രേക്ക് സാധാരണ കോമൺ ഇതിലേക്ക് പോയി. ഇനി നമുക്ക് കൺട്രോൾ പേ അടിച്ചു നോക്കിയാലോ, സാധാ പോലെ വരും. അതാണ് പേജ് ബ്രേക്ക് ഓപ്ഷൻസ് ഇൻ MS Excel. അടുത്ത ടോപ്പിക് എന്താണ്? പേജ് ഫ്രീസിംഗ് പാൻ. അപ്പൊ ഫ്രീസ് ചെയ്യാന്ന് നമുക്കിപ്പോ ഒരുപാട് ഈ എക്സൽ ആകുമ്പോൾ ഷീറ്റ് അല്ലല്ലോ, അല്ല ഇങ്ങനെ ഡോക്യുമെന്റ്സ് താഴെ താഴെയല്ല, അപ്പൊ ഒരുപാട് കോളംസ് എല്ലാം ഉണ്ടാവും അല്ലെ. ഒരു 200 കോളംസ് അടുത്തടുത്തുണ്ട്. നമുക്കിപ്പം ലാസ്റ്റ് കോളത്തിൽ നിന്ന് ഫസ്റ്റ് കോളത്തിലേക്ക് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് വരണ്ടേ. അതിന് പകരം ഒരു 1, 2, 3 മാത്രം കുറെ ഹൈഡ് ചെയ്ത് വെച്ചിട്ട് ചെയ്യണം. അതിനാണ് നമ്മൾ ഫ്രീസ് പാൻ എന്ന് പറയാം. ഫ്രീസ് ചെയ്യോ. ഇഫ് യു വർക്ക്ഷീറ്റ് row or column heading, these headings will not be visible when you scroll down the right. അല്ല, if you set up a worksheet with row or column headings, these headings will not be visible when you scroll down to the right. MS Excel provides a hand-by solution this problem with freezing pans. അതായത് ഒരു ഹെഡിങ് ഉണ്ടെങ്കിൽ അത് അവിടെ നിർത്തിയിട്ട് ബാക്കിയുള്ളത് സ്ക്രോൾ ചെയ്ത് വരാം. Freezing pans keep the headings visible by you scrolling through the worksheet. Using freezing pan, ഇപ്പൊ ഫ്രീസിംഗ് പാൻ എന്നാണ് ഒരു വലിയ ഹെഡിങ് ഉണ്ട്. നമ്മൾ അതിപ്പോ സ്ക്രോൾ ചെയ്യുമ്പോൾ ഈ ആദ്യത്തെ ഫ്രീസ് ചെയ്ത സംഭവം അതുപോലെ നിന്നിട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ മറ്റേത് മാത്രം മാറി വരുന്നതിനെ നമ്മൾ എന്ത് പറയാം? ഫ്രീസിംഗ് പാൻ. ഫോളോ ദി സ്റ്റെപ്പ് ടു മെൻഷൻ ദി ബിലോ ദി ഫ്രീസ് പാൻ. എന്ത് ചെയ്യണം? സെലക്ട് ഫസ്റ്റ് റോ ഓഫ് ദി ഫസ്റ്റ് റോ ഓർ ഫസ്റ്റ് കോളം ഓർ ദി റോ ബിലോ വിച്ച് യു വാണ്ട് ടു ഫ്രീസ്. നമുക്ക് ഏത് കോളാണോ ഫ്രീസ് ചെയ്ത് വെക്കേണ്ടത് അത് എന്ത് ചെയ്യണം? ഫസ്റ്റ് സെലക്ട് ചെയ്യാം. ഓർ കോളം റൈറ്റ് ടു ഏരിയ വിച്ച് യു വാണ്ട് ടു ഫ്രീസ്. ചൂസ് വ്യൂ ടാബിൽ പോവുക, ഫ്രീസ് പാൻ എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക. എന്തെടുക്കുക? ഫ്രീസ് പാൻ എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക. എവിടെയാ പോകണ്ടേ? ചൂസ് വ്യൂ ടാബ്, ഫ്രീസ് പാൻസിൽ പോയിട്ട് എന്ത് ചെയ്യാം? ഫ്രീസ് പാൻസ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക. സെലക്ട് ദി സ്യൂട്ടബിൾ ഓപ്ഷൻ. അതിൽ എന്തെല്ലാം ഓപ്ഷൻ ഉണ്ട്? ഫ്രീസ് പാൻ ടു ഫ്രീസ് ഏരിയ ഓഫ് എ സെൽ. ഒരു സെല്ലിന്റെ ഏരിയ വേണമെങ്കിൽ ഫ്രീസ് ചെയ്യാൻ പറ്റും. ഫ്രീസ് ടോപ്പ് റോ ടു ഫ്രീസ് ഫസ്റ്റ് റോ ഓഫ് ദി വർക്ക്ഷീറ്റ്. ഫ്രീസ് ഫസ്റ്റ് കോളം, ഫസ്റ്റ് കോളാണോ ഫ്രീസ് ചെയ്ത് വെക്കേണ്ടത് അങ്ങനെ ചെയ്യും. ടു ഫ്രീസ് ഫസ്റ്റ് കോളം ടു വർക്ക്ഷീറ്റ്. അൺഫ്രീസ് പാൻ. അപ്പൊ അങ്ങനെ ചെയ്യാം. അൺഫ്രീസ് ചെയ്യണമെങ്കിൽ അൺഫ്രീസ് പാൻ ടു അൺഫ്രീസ് പാൻ ചൂസ് വ്യൂ ടാബിൽ അൺഫ്രീസ് പാൻ എടുക്കുക. അപ്പൊ ഫ്രീസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു കോൾ അവിടെ ഫിക്സ് ആക്കി നിർത്തിയിട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റില്ല, ആ കോൾ അങ്ങനെ തന്നെ ഉണ്ടാവണം. ഒരു ടോപ്പ് ഹെഡിങ്ങോ അതിനെയാണ് നമ്മൾ ഫ്രീസിംഗ് പാൻ എന്ന് പറയാം. ഈ നോട്ട്സ് പ്രശ്നമില്ലല്ലോ. ഇഫ് യു സെറ്റ് അപ്പ് എ വർക്ക്ഷീറ്റ് വിത്ത് റോ ഓർ കോളം ഹെഡിങ്സ്, ദിസ് ഹെഡിങ് വിൽ നോട്ട് ബി വിസിബിൾ വെൻ യു സ്ക്രോൾ ഡൗൺ ടു ദി റൈറ്റ്. MS Excel provides a hand-by solution to this problem. എന്ത് പ്രോബ്ലത്തിന്? അതൊരു ഫസ്റ്റ് കോളം നിലനിർത്തിയിട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇതിങ്ങനെ തന്നെ നിൽക്കണമെങ്കിൽ ഫസ്റ്റ് ഹെഡിങ് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് എന്നാ പറയുന്നത്. അപ്പൊ MS Excel provides a hand-by solution to this problem with the freezing pan. Freezing pans keep the headings visible while the scrolling through the worksheet. വർക്ക്ഷീറ്റിൽ സ്ക്രോൾ ചെയ്യുമ്പോൾ ഹെഡിങ് മാത്രം നിലനിർത്തും. യൂസിങ് ഫ്രെയിംസ് നമ്മൾ എന്തെല്ലാം സ്റ്റെപ്പ് ഫോളോ ചെയ്യേണ്ടത്? സെലക്ട് ഫസ്റ്റ് റോ ഓർ ഫസ്റ്റ് കോളം ഓഫ് ദി റോ ബിലോ. നമുക്ക് ആ ഫ്രീസ് ചെയ്യേണ്ട റോ സെലക്ട് ചെയ്യാം, അല്ലെ കോളം സെലക്ട് ചെയ്യാം. ദെൻ എന്ത് ചെയ്യാം? വ്യൂ ടാബിൽ പോയിട്ട് ഫ്രീസ് പാൻ കൊടുക്കുക. എവിടെയാ പോകണ്ടേ? സെലക്ട് ദി സ്യൂട്ടബിൾ ഓപ്ഷൻ ഫ്രീസ് പാൻ ടു ഫ്രീസ് ഏരിയ ഓഫ് ദി സെൽ. ഫ്രീസ് ടോപ്പ് റോ ഒരു റോ മാത്രമാണെങ്കിൽ അവിടെ പോവാ. ഒരു പാൻ ആണോ ഫ്രീസ് ചെയ്യണ്ടെങ്കിൽ അത്. അപ്പൊ നമുക്കതൊന്ന് ചെയ്ത് നോക്കാം അല്ലെ. ഓക്കെ, എക്സൽ എടുക്കുക. നമുക്കിപ്പം ഞാൻ ഇതിന്റെ മുകളിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒരു റോ ഇൻസേർട്ട് ചെയ്യാം അല്ല. ഇൻസേർട്ട് റോ നമുക്ക് ഞാൻ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഹെഡിങ് കൊടുക്കാം. ഇത് നമ്മൾ ചെയ്യുന്നത് ഓർമ്മയുണ്ടാവും. റാപ്പ് ടെക്സ്റ്റ് മാർക്ക് ലിസ്റ്റ് ചെയ്യുന്നു. അല്ലെങ്കിൽ ഈ കോളം, ഈ ഒരു കോളം നമുക്ക് ഫ്രീസ് ചെയ്യാം. ഇതിനെ ബോൾഡ് ആക്കി സൈസ് എല്ലാം കൂട്ടി ഈ നെയിം ഇല്ലതിനെ നമുക്ക് ഫ്രീസ് ചെയ്യണം. സ്ക്രോൾ ചെയ്യുമ്പോൾ ഇത് എപ്പോൾ ഇങ്ങനെ നിൽക്കണം എന്നല്ലേ. അപ്പൊ ഈ ഒരു കോളാസ് ഫ്രീസ് ചെയ്യണമെങ്കിൽ ഇത് സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാം? വ്യൂവിൽ പോയിട്ട് ഫ്രീസ് പാൻ എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക. അതിൽ ഫ്രീസ് പാൻ കീപ്പ് റോസ് ആൻഡ് കോളം വിസിബിൾ വൈൽ ദി റെസ്റ്റ് ഓഫ് ദി വർക്ക്ഷീറ്റ് സ്ക്രോൾ. ദി ഫ്രീസ് പാൻ ആണെങ്കിൽ അത് നമുക്ക് സെലക്ട് ചെയ്യുന്ന പാൻ. റോസ് ആൻഡ് കോളംസ്. അപ്പോൾ ഫ്രീസ് ടോപ്പ് റോ മാത്രമാണെങ്കിൽ keep the top row of the visible while scrolling through the rest of the column. Freeze first column. Keep the first column to visible while scrolling through the rest. First column കൊടുത്താക്കിയാലോ? ഫസ്റ്റ് കോളം ഫ്രീസ് ചെയ്യും. ഇനിയിപ്പം നമ്മൾ സ്ക്രോൾ ചെയ്യുന്നു.
ഇങ്ങോട്ടേക്ക് സ്ക്രോൾ ചെയ്യണ്ടേ അല്ലേ? അപ്പൊ ഇവിടെ എല്ലാം ഡാറ്റ ഉണ്ടെങ്കിൽ അത് മനസ്സിലാവില്ല. ഉപയോഗം നിങ്ങൾക്ക് കണ്ടിട്ട് മനസ്സിലാവും. ഒരുപാട് സെലക്ഷൻ ഇപ്പൊ നമ്മളെ ഫസ്റ്റ് റോ ഇവിടെ ഉള്ളത് അല്ലെ, ഈ റോ നമ്മളിത് ഒരുപാട് ഉണ്ടാക്കി ഞാൻ സ്ക്രോൾ ചെയ്ത് പോകും. ഇങ്ങോട്ട് പോകുന്നതിന് എന്ത് ചെയ്യും, ആ ഫസ്റ്റ് റോളാണ് ഫ്രീസായി നിൽക്കുന്ന പോലെ, ആ റോ ചേഞ്ച് ചെയ്യുന്നില്ല. അങ്ങനെയുള്ള കേസിലാണ് നമ്മൾ ഫ്രീസിങ്. ഈ നെയിം എന്ന് പറയുന്ന കോളം ചേഞ്ച് ചെയ്യുന്നില്ല, കണ്ടോ, അതവിടെ ഫിക്സ് ആയി നിന്ന പോലെ ആയില്ലേ, ബാക്കി മാത്രം സ്ക്രോൾ ചെയ്ത് പോകും. അങ്ങനെയില്ലാണ് നമ്മൾ ഫ്രീസ്. അപ്പൊ ഇത് അൺഫ്രീസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യാം, വ്യൂവില് ഓക്കെ അൺഫ്രീസ് പാൻ. അൺഫ്രീസ് ആക്കിയാൽ എന്താ സംഭവിക്കുന്നത് നോക്കിയാൽ വ്യത്യാസം മനസ്സിലായില്ലേ? ആ കോളം ഫിക്സഡ് അല്ല, അതും ഇതിന്റെ കൂടെ തന്നെ ചേഞ്ച് ചെയ്ത് വരും. അതാണ്. അപ്പൊ നമുക്ക് ഇനി റോ ആണ്, ഈ റോ എന്ത് ചെയ്യണം, ഫ്രീസ് ചെയ്യണം. അപ്പൊ സെലക്ട് ചെയ്യാം, അപ്പൊ താഴോട്ടായിരിക്കും അല്ലെ. അപ്പൊ ഫ്രീസ് പാന് ടോപ്പ് റോ ഫ്രീസ് ചെയ്ത് വെച്ചു. ഇത് താഴോട്ട് കുറെ ഡാറ്റ ഉണ്ട്. ഫസ്റ്റ് റോ ഫ്രീസ് പാൻ, ഫസ്റ്റ് റോ ഫ്രീസ് ചെയ്തു. സെലക്ട് ചെയ്തിട്ട് ഒരുപാട് കൺട്രോൾസ്, ഒരുപാട് ഓപ്ഷൻ ഉണ്ടെങ്കിൽ ശരിക്കും ഫ്രീസ് ചെയ്ത് വരണ്ടേ. ഫ്രീസ് പാൻ ടോപ്പ് റോ അല്ലാത്തോണ്ടായിരിക്കും അല്ലേ. ഇത് കൺട്രോൾസ്, നമുക്ക് കൺട്രോൾസ് ടോപ്പ് റോ കൺട്രോൾ, ഇതാണ് ടോപ്പ് റോ. ഡിലീറ്റ്, ഫ്രീസ് ചെയ്ത് നോക്കാം. ഈ റോ ഫ്രീസ് പാൻ ഫ്രീസ് ഫസ്റ്റ് ടോപ്പ് റോ അല്ലെ, ടോപ്പ് റോ കൊടുത്തു. ടോപ്പ് റോയാ ഫ്രീസ് ചെയ്ത് വെക്കാൻ പറ്റുന്നില്ല കേട്ടോ. കണ്ടാ നമ്മൾ എത്ര സ്ക്രോൾ ചെയ്യുമ്പോൾ അത് ഇതാണ് ഫ്രീസിങ് പാൻ, ടോപ്പ് റോ സ്ക്രോൾ ചെയ്യും. ഹെഡിങ് അല്ല എല്ലാ പേജിലും കാണണമെങ്കിൽ എന്ത് ചെയ്യാം, ഫ്രീസ് പാൻ. അൺഫ്രീസ് ചെയ്യണമെങ്കിലോ ഫ്രീസ് പാൻ അൺഫ്രീസ്, അൺഫ്രീസ് അൺഫ്രീസ് പാൻ കൊടുത്തു. അപ്പൊ സ്ക്രോൾ ചെയ്യുമ്പോൾ അത് വരില്ല. അപ്പൊ റോവും കോളും ഫിക്സ് ചെയ്യണമെങ്കിൽ നമുക്ക് നോക്കാം അല്ലെ, ഈ ഫസ്റ്റ് റോവും ഈ ഫസ്റ്റ് കോളും ഞാൻ കൺട്രോൾ പ്രസ് ചെയ്ത് ചെയ്യേണ്ടി വരും. നോക്കാം, ഫ്രീസ് പാൻ കൊടുത്തു നോക്കാം. ആ ഒരു പാൻ അങ്ങനെ, അതായത് ആ റോവും ഒരു കോൾ, ഫസ്റ്റ് റോവും ഫസ്റ്റ് കോളും അങ്ങനെ തന്നെ ഫ്രീസായി. ഇത്രയും ഈ റോവും ഈ കോളും സ്ക്രോൾ ചെയ്യുമ്പോൾ അങ്ങനെ അത് മാത്രം അവിടെ നിൽക്കുന്നു. അതാണ് അൺഫ്രീ ഒരു സെക്ഷൻ. അപ്പൊ എത്ര ഫ്രീസിൽ എത്ര ഓപ്ഷൻസ് ഉണ്ട്, അൺഫ്രീസ് പാൻ. അപ്പൊ റോവും കോളും ഫ്രീസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, കീപ്പ് റോസ് ആൻഡ് കോളം വിസിബിൾ വൈൽ ദി റെസ്റ്റ് ഓഫ് ദി വർക്ക് ഷീറ്റ് സ്ക്രോൾ ബേസ്ഡ് ഓൺ ദി കറണ്ട് സെലക്ഷൻ. പിന്നെ ഫ്രീസ് ടോപ്പ് റോ ഉണ്ട്, ഫ്രീസ് ഫസ്റ്റ് കോളം ഉണ്ട്. ഇത്രയാണ് ഫ്രീസിന് ഓപ്ഷൻ ഉള്ളത്. ഫ്രീസ് പാൻസ് ഉണ്ട്, പിന്നെ ഫ്രീസ് ടോപ്പ് റോ ഉണ്ട്. അപ്പൊ കീപ് ദി റോസ് ആൻഡ് കോളം വിസിബിൾ വൈൽ ദി റെസ്റ്റ് ഓഫ് ദി വർക്ക് ഷീറ്റ് സ്ക്രോൾ ബേസ്ഡ് ഓൺ ദി കറണ്ട് സെക്ഷൻ. ഫ്രീസ് ടോപ്പ് റോ എന്ന് പറഞ്ഞാൽ കീപ് ദി ടോപ്പ് റോ വിസിബിൾ വൈൽ സ്ക്രോളിംഗ് ത്രൂ ദി റെസ്റ്റ് ഓഫ് ദി വർക്ക് ഷീറ്റ്. ഫ്രീസ് ഫസ്റ്റ് കോളം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കോളം ഫ്രീസ് ചെയ്ത് വരും. അപ്പൊ ഇത്രയും ഓപ്ഷൻസ് ആണ് ഫ്രീസ് കോളംസ് എന്ന് പറയുന്നതിൽ വരുന്നത്. ഹൗ ടു ഫ്രീസ് കോളംസ് റോസ്, ഇതാണ് ഫ്രീസ്. ഇതെല്ലാം ലാബിൽ ചെയ്യേണ്ടതാണ്. അപ്പൊ ചെയ്താൽ മനസ്സിലാവില്ലേ. ഇപ്പൊ എന്തെല്ലാം നമ്മൾ പറഞ്ഞു, ഹെഡർ ആൻഡ് ഫൂട്ടർ പറഞ്ഞു, പേജ് ബ്രേക്ക് പറഞ്ഞു, ഫ്രീസ് പാൻ എന്നാണ് പറഞ്ഞു. ഇനി സെൽഫ് പ്രൊട്ടക്ഷൻ ഇൻ എക്സൽ. വാട്ട് ഈസ് സെൽഫ് പ്രൊട്ടക്ഷൻ ഇൻ എക്സൽ? നമ്മുടെ പ്രൊട്ടക്ഷൻ എന്ന് വെച്ചാൽ നമ്മളെ ഷീറ്റിൽ ആരും വേറി കാണാൻ പറയും. ഇപ്പൊ വേർഡിലും അതുപോലെ ട്രാക്ക് ചേഞ്ചസ് എല്ലാം ഉണ്ട് കേട്ടോ. നിങ്ങൾ സിലബസ് കാണാത്തോണ്ട് പറയാത്തതാണ്. ഇപ്പൊ വേർഡിൽ ഇപ്പൊ നമ്മളെ ഡോക്യുമെന്റ് കയറിയിട്ട് വേറെ ആരും കളിക്കാൻ പാടില്ലല്ലോ. ഇപ്പൊ നമ്മളൊരു ഒഫീഷ്യൽ ഡോക്യുമെന്റ്സിൽ ആരെങ്കിലും വന്ന് കയറി
അപ്പോൾ അവർ എക്സൽ എന്തെങ്കിലും ഒറ്റ ഒരു വാല്യൂ ചേഞ്ച് ചെയ്താൽ തന്നെ സാലറി സ്ലിപ്പ് എല്ലാം പ്രിപ്പയർ ചെയ്യുമ്പോൾ അവർക്ക് പ്രശ്നം വരില്ലേ. അപ്പം എന്ത് ചെയ്യണം, നമ്മൾ അത് പ്രൊട്ടക്ട് ചെയ്ത് വെക്കണം. ഷീറ്റ് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഒരു റോ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റണം. ആ റോയിലെ ഡാറ്റ എൻട്രി ചെയ്യാൻ പറ്റാത്ത രീതിയിൽ. ഇപ്പൊ ഇപ്പൊ നമ്മളൊരു ഇക്വേഷൻ സമ്മെല്ലാം കണ്ടുപിടിച്ചതിൽ നമ്മൾ വാല്യൂ എൻട്രി ചെയ്യാൻ പറ്റാത്ത രീതിയിലാക്കി വെക്കണ്ടേ. ഒരു ഇക്വേഷൻ ഉണ്ടെങ്കിൽ ആ ഇക്വേഷൻ ചേഞ്ച് ചെയ്യാൻ പാടില്ല. അതിൽ വാല്യൂ എൻട്രി ചെയ്യാൻ പറ്റാത്ത രീതിയിൽ പ്രൊട്ടക്ട് ചെയ്യാം, അല്ലെ ഒരു ഷീറ്റിനെ പ്രൊട്ടക്ട് ചെയ്യാം, അല്ലെ ഒരു വർക്ക് ഷീറ്റിനെ പ്രൊട്ടക്ട് ചെയ്യാം. ഇതിനെ നമ്മൾ പ്രൊട്ടക്ഷൻ, സെൽഫ് പ്രൊട്ടക്ഷൻ ഇൻ എക്സൽ എന്ന് പറയാം. ഹൗ ടു പ്രൊട്ടക്ട് ഓൺലി സർട്ടൻ സെൽ കോളംസ് rows in Excel. Press keyboard shortcut Ctrl+A to select all the cells of the sheet. Right click and choose format cell. അതായത് ഫോർമാറ്റ് സെൽ എന്ന ഓപ്ഷൻ എടുക്കേണ്ടത്. നമുക്ക് ഫുള്ള് ചെയ്യണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്, എങ്ങനെയാ ചെയ്യേണ്ടത്? ഫസ്റ്റ് എല്ലാം സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്യേണ്ട ഓപ്ഷനാണ് Ctrl+A പറഞ്ഞത്. ഗോ ടു പ്രൊട്ടക്ഷൻ ടാബ്. റൈറ്റ് ക്ലിക്ക് ഫോർമാറ്റ് സെൽസിലാണ് ഏതുള്ളത്, പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന ടാബിൽ. ഗോ ടു ദി പ്രൊട്ടക്ഷൻ ടാബ് ആൻഡ് അൺചെക്ക് ലോക്ക്ഡ് ഓപ്ഷൻസ് ആൻഡ് ക്ലിക്ക് ഓക്കെ. ഈ അൺചെക്ക് ലോക്ക്ഡ് ഓപ്ഷൻ ഓൾറെഡി ലോക്ക്ഡ് ചെയ്തിട്ടുണ്ടാവുക, അത് നമ്മൾ പോയിട്ട് ക്ലിക്ക് ചെയ്യണം. നൗ സെലക്ട് ഓൺലി ദി സെൽ ഓർ കോളം. അതെന്തിനാണെന്നറിയാം, നമുക്ക് ഓൾറെഡി അതിൽ പ്രൊട്ടക്ഷൻ കൊടുത്ത ഫുൾ പ്രൊട്ടക്ഷൻ ആവുക. എനിക്കിപ്പോൾ എല്ലാം പ്രൊട്ടക്ട് ചെയ്യണമെന്നില്ല, ചില സെല്ല് മാത്രമേ പ്രൊട്ടക്ട് ചെയ്യേണ്ടെങ്കിൽ അൺപ്രൊട്ടക്ഷൻ ഓൺ ആക്കി വെച്ചിട്ട് ആവശ്യമില്ലെന്ന് മാത്രം പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഗോ ടു പ്രൊട്ടക്ഷൻ ടാബ്, ലോക്ക്ഡ് ഓപ്ഷൻ ആൻഡ് ക്ലിക്ക് ഓക്കെ. നൗ സെലക്ട് ഓൺലി ദി സെൽസ് ഓർ കോളംസ് റോസ് ദാറ്റ് യു വാണ്ട് ടു പ്രൊട്ടക്ട്. ഡീഫോൾട്ട് ആയിട്ട് എല്ലാം പ്രൊട്ടക്ഷനിലാണ് ഉണ്ടാവുക. നമ്മൾ ജസ്റ്റ് പാസ്വേഡ് കൊടുത്ത് സെലക്ട് ചെയ്യുന്നതാണെങ്കിൽ ഫുൾ പ്രൊട്ടക്ഷൻ ആവും. അങ്ങനെ നമുക്ക് ആവശ്യമുള്ള സെല്ല് മാത്രമേ ചേഞ്ച് ചെയ്യാൻ, ചില സെല്ല് ചേഞ്ച് ചെയ്യാൻ പറ്റണം, ചില ചേഞ്ചസ് വരുത്താൻ പറ്റില്ല. ഇപ്പൊ എൻട്രി എന്തെങ്കിലും ഡാറ്റ എൻട്രി എല്ലാം ചെയ്യേണ്ടതും പേരും പുതിയ ഡാറ്റയെല്ലാം എൻട്രി ചെയ്യേണ്ടതാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, കുട്ടികളെ മാർക്കിൽ ചേഞ്ച് വേണമെങ്കിൽ വരുത്താൻ പറ്റണം. ചിലപ്പോൾ അവരെ മാർക്കിൽ എന്തെങ്കിലും ഇപ്പൊ 300 നമ്മൾ 310 എന്തെങ്കിലും അടിച്ചുപോയി, അത് ചേഞ്ച് ചെയ്യാൻ പറ്റണം. പക്ഷെ അവരെ ടോട്ടൽ മാർക്ക് നമുക്ക് ആ ഇക്വേഷൻ വെച്ചിട്ട് ചെയ്ത കോളം ചേഞ്ച് ചെയ്യാൻ പറ്റാൻ പാടില്ല അല്ലെ. ഈ മാർക്കിനനുസരിച്ച് മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ആ ഇക്വേഷൻസ് ടോട്ടൽ മാറാൻ പാടില്ല. അതിന് വേണ്ടിയിട്ട് ആ സെല്ല് പ്രൊട്ടക്ട് ചെയ്യണമെങ്കിൽ അപ്പൊ ചില സെല്ല് എന്ത് ചെയ്യണം, ലോക്ക് ചെയ്യാൻ പാടില്ല, മറ്റേ സെല്ല് ലോക്ക് ചെയ്യാം. ആ രീതിയിലാകുമ്പോൾ അപ്പൊ ഡീഫോൾട്ട് ആയിട്ടുള്ള ടിക്ക് മാറ്റുക പറയുന്നത്. ചെയ്ത് കാണിച്ചാലും മനസ്സിലാവും. ഗോ ടു അപ്പൊ എന്താണ്, നൗ സെലക്ട് ഓൺലി ദി സെൽസ് ഓർ കോളം റോ ദാറ്റ് യു വാണ്ട് ടു പ്രൊട്ടക്ട്. റൈറ്റ് ക്ലിക്ക് ആൻഡ് ചൂസ് ഫോർമാറ്റ് സെൽ അഗെയിൻ. ആദ്യം ഫോർമാറ്റ് സെൽ തന്നെ എടുക്കുക. ഗോ ടു പ്രൊട്ടക്ഷൻ ടാബ് ആൻഡ് ചെക്ക് ലോക്ക്ഡ് ഓപ്ഷൻ ആൻഡ് ക്ലിക്ക് ഓക്കെ. അപ്പൊ നമുക്ക് ആവശ്യമുള്ളത് മാത്രം സെലക്ട് ചെയ്തിട്ട് അതിന് മാത്രം ലോക്ക് ചെയ്ത് വെക്കുക, എന്നിട്ട് ഓക്കെ അടിക്കുക. ഗോ ടു റിവ്യൂ ടാബ്. എന്നിട്ട് എവിടെ പോവുക, റിവ്യൂ ടാബിൽ പോവുക. ക്ലിക്ക് പ്രൊട്ടക്ട് ഷീറ്റ് ആൻഡ് പ്രൊട്ടക്ട് ദി ഷീറ്റ് യൂസിങ് പാസ്വേഡ്. റിവ്യൂ ടാബിൽ എന്തുണ്ട്, പ്രൊട്ടക്ട് ഷീറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അവിടെ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, പാസ്വേഡ് കൊടുത്തു വെക്കുക. നൗ ഓൺലി certain cells of the sheet will be protected. To unprotect, just go to the review tab and click unprotected sheet and enter password. Method to hide or unhide column അത് അടുത്ത ഓപ്ഷനാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, എനിക്ക് എന്ത് ചെയ്യണം, ഞാനിവിടെ എനിക്ക് അതായത് ഈ ടോട്ടൽ മാർക്ക് മാറ്റാൻ പറ്റാൻ പാടില്ല. ഈ കോളം മാത്രം നമുക്ക് പ്രൊട്ടക്ട് ചെയ്ത് വെക്കണം. അല്ല റോൾ നമ്പർ ഏതെങ്കിലും ഒരു ഇത് എനിക്ക് പ്രൊട്ടക്ട് ചെയ്യണം. ബാക്കിയെല്ലാം നെയിമെല്ലാം വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാൻ പറ്റണം. അല്ലെ ടോട്ടൽ മാർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ചേഞ്ച് ചെയ്യാൻ പറ്റാൻ പാടില്ല. ഓക്കെ, അപ്പൊ ഈ സെല്ലാണ് നമ്മൾ എന്ത് ചെയ്യുക, റൈറ്റ് ക്ലിക്ക്, എന്താ പറഞ്ഞത്, ഹോമില് ഫോർമാറ്റ് സെൽസിൽ ലോക്ക് സെല്ലുള്ളതുണ്ട് അല്ലെ. ലോക്ക് സെല്ല്, പ്രൊട്ടക്ട് ഷീറ്റ് ഉണ്ട്, ലോക്ക് സെല്ല് ഉണ്ട്. ലോക്ക് സെല്ല് എടുക്കുക, ഫോർമാറ്റില് പ്രൊട്ടക്ട് ഷീറ്റ്, സെലക്ട് ലോക്ക്ഡ് സെൽസ് അല്ല അൺലോക്ക്ഡ് സെൽസ്. പാസ്വേഡ് പ്രൊട്ടക്ട് ഷീറ്റ്. ഇപ്പൊ ഫോർമാറ്റിൽ പോയിട്ട് ആദ്യം നമ്മൾ ഇത് രണ്ടും കളഞ്ഞ് പ്രൊട്ടക്ട് ഷീറ്റ് ഇതെല്ലാം ലോക്സ് എല്ലാം കളയാം. എന്നിട്ട് ആദ്യം ഇവിടെ പോയിട്ട് ഫോർമാറ്റ് സെൽസ് എടുക്കുക. എന്നിട്ട് പ്രൊട്ടക്ഷൻ എടുക്കുക. ഇവിടെ കണ്ട എവിടെ നിന്ന് എടുക്കേണ്ടതെന്ന് ഈ ഫോർമാറ്റിൽ
ആദ്യം ചെയ്യേണ്ടത് പ്രൊട്ടക്റ്റ്, ഒരു മിനിറ്റ്, ഫോർമാറ്റിൽ പോവാം. ആദ്യം ഫോർമാറ്റ് സെല്ലിൽ പ്രൊട്ടക്ഷൻ പോവാം. ഇപ്പം ഡീഫോൾട്ടായിട്ട് ലോക്ക്ഡ് എന്ന് പറഞ്ഞിട്ട് ഉണ്ടാവുക. നമ്മൾ അതെന്ത് ചെയ്യണം, ആദ്യം ഫോർമാറ്റ് പോയിട്ട് ഫോർമാറ്റ് സെൽസ് പോയിട്ട് എന്ത് ചെയ്യണം, ഈ പ്രൊട്ടക്ഷൻ ലോക്ക്ഡ് കളയാം. ഓക്കെ എടുക്കുക. അതിനുശേഷം നമുക്ക് ഈ സെലക്ട് ചെയ്തത് മാത്രം ഫോർമാറ്റ് പോയിട്ട് പ്രൊട്ടക്റ്റ് ഷീറ്റ് അല്ല, ഫോർമാറ്റിൽ പോയിട്ട് ഫോർമാറ്റ് സെല്ല് പ്രൊട്ടക്ഷനിൽ ലോക്ക്ഡ് ക്ലിക്ക് ചെയ്ത് വെക്കുക. അതിന് മാത്രം ലോക്ക്ഡ് ക്ലിക്ക് ചെയ്ത് വെക്കുക. ഓക്കെ. ഇനി റിവ്യൂ ടാബിൽ പോയിട്ട് പ്രൊട്ടക്റ്റ് ഷീറ്റ് നമുക്ക് അതായത് ഇവിടെ മാത്രം എന്താ ചെയ്യേണ്ടത് വെച്ചാൽ പ്രൊട്ടക്ഷൻ ഷീറ്റ് എടുക്കുക, ഒരു പാസ്വേഡ് കൊടുക്കുക. ഞാൻ 123 എന്ന് പറഞ്ഞിട്ടൊരു പാസ്വേഡ് കൊടുത്തു. ഓക്കെ. ആ 123 അതന്നെ കൊടുക്കണേ. 123 അടുത്ത പാസ്വേഡ് കൊടുത്തു. ഓക്കെ. അപ്പൊ നമുക്ക് ഇവിടെ എല്ലാം ചേഞ്ച് ചെയ്യാൻ പറ്റും. ഷീറ്റ് അൺലോക്ക് കളയട്ടെ, ഇത് ഓൾറെഡി ലോക്കായി പോയിട്ടാണ്. അപ്പം ഫോർമാറ്റ് പോവാം ആദ്യം. അപ്പൊ നമുക്ക് അത് കളയണമെങ്കിലോ അൺപ്രൊട്ടക്ട് ഷീറ്റ് 123. ഓക്കെ. ഇപ്പം പ്രൊട്ടക്ഷൻ ഇപ്പൊ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ പ്രൊട്ടക്ഷൻ ചെയ്യണമെങ്കിൽ ഫസ്റ്റ് എന്താ സെലക്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് ഹൗ ടു പ്രൊട്ടക്ട്, ഗോ ടു protect only cells, column or Excel, press the keyboard to select all the cell, right click, choose format cell, go to protection tab, unlock ആദ്യം മൊത്തത്തിൽ സെലക്ട് ചെയ്തിട്ട് അൺലോക്ക് ചെയ്ത് വെക്കണം അല്ലേ. and uncheck locked option and click. Now select only cells or column row that you want to protect. Right click and choose format cell again, go to protection tab and check locked option and click OK. Okay. അപ്പോൾ ഫസ്റ്റ് എന്ത് ചെയ്യണം, നമുക്ക് ഇത് ഫുള്ള് സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യണം, റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഫോർമാറ്റ് സെൽസ് പോയിട്ട് ഈ ലോക്ക്ഡ് എന്നില്ല കളയാതെ, ഓൾറെഡി എല്ലാം ലോക്ക് ചെയ്ത് വെച്ചിട്ടില്ല, അത് കളയാം. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള സെലക്ഷൻ മാത്രം എടുത്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഫോർമാറ്റ് സെല്ലിൽ അത് മാത്രം ലോക്ക് ചെയ്യാം. ഓക്കെ. അതിനുശേഷം പ്രൊട്ടക്റ്റ് ഷീറ്റ് എടുത്ത് അവിടെ ഒരു പാസ്വേഡ് കൊടുത്തു. പ്രൊട്ടക്റ്റ് സെലക്ട് റോസ്, സെലക്ട് അൺലോക്ക്ഡ് ലോക്ക്ഡ് സെൽസ് മാത്രം. ഓക്കെ. പാസ്വേഡ് 123 123. ഓക്കെ. ചേഞ്ച് ചെയ്യാൻ പറ്റും, പക്ഷെ ഇവിടെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നില്ല. കണ്ടോ, അത് ഞാൻ ഫസ്റ്റ് സെലക്ട് ചെയ്തിട്ട് ആദ്യം ആ ലോക്കിങ് കളയണം. ഇത് കുറച്ച് ബുദ്ധിമുട്ടായി തോന്നുന്നുണ്ടാവും. ഫസ്റ്റ് എന്ത് ചെയ്യണം, ഇനിയിപ്പോൾ നമുക്ക് പാസ്വേഡ് വെച്ചിട്ട് ഇവിടെ അല്ലേ ചേഞ്ച് ചെയ്യാൻ പറ്റാതെ, അപ്പൊ അൺപ്രൊട്ടക്ട് ഷീറ്റ് ചെയ്തിട്ട് 123. ഓക്കെ. ഇപ്പൊ ഓൾറെഡി എല്ലാം അൺലോക്ക് ആയിട്ടേ ഉള്ളത്. ഇപ്പൊ ഓൾറെഡി ലോക്ക്ഡ് ആ ഉണ്ടാവുക. നമ്മൾ വെറുതെ പ്രൊട്ടക്ട് ഷീറ്റ് കൊടുത്താൽ എന്ത് ചെയ്യും, മൊത്തത്തിൽ പ്രൊട്ടക്ഷൻ ആവും അല്ലെ. അപ്പൊ ഒന്നും ചെയ്യുന്നില്ല, നമ്മൾ ഫോർമാറ്റ് ഒന്നും ചെയ്യാണ്ട് പ്രൊട്ടക്ട് ഷീറ്റ് കൊടുത്ത് ഒരു പാസ്വേഡ് 123 ഓക്കെ കൊടുത്താൽ 23 ഓക്കെ. വേറെ ഫോർമാറ്റിലൊന്നും വേണ്ട, മൊത്തം പ്രൊട്ടക്ഷൻ ആയി. ഒരാൾക്കും ഒന്നും ഇതിലൊന്നും ചേഞ്ച് ചെയ്യാൻ പറ്റും അല്ല. ഇത്രയും, അതായത് ആ ഷീറ്റ് മാത്രം പ്രൊട്ടക്ഷൻ ആക്കി. പാസ്വേഡ് വയ്ക്കുന്നുണ്ടോ? അപ്പൊ എന്ത് ചെയ്യണം, നമുക്ക് ചില സ്ഥലത്ത് മാത്രം ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാം, മൊത്തം കൺട്രോൾ എ അടിച്ചിട്ട് സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യാം. ഫസ്റ്റ് ചെയ്യേണ്ടത് കൺട്രോൾ എ അടിക്കുക, റൈറ്റ് ക്ലിക്ക് ചെയ്യാം. ചിലത് പ്രൊട്ടക്റ്റിലുണ്ട്. സാധാരണ ഇപ്പം ഇതുപോലെ ഉണ്ടെങ്കിൽ നമ്മൾ കൺട്രോൾ എ അടിക്കുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഫോർമാറ്റ് സെൽ എടുക്കുക, ഡീഫോൾട്ടായിട്ട് ലോക്ക്ഡ് എന്നുള്ളത് അൺലോക്ക് ചെയ്ത് വെക്കുക. ഇപ്പം മൊത്തത്തിൽ അൺലോക്ക് ആയിട്ട് ഉള്ളത്. ഓക്കെ. നമുക്ക് ആവശ്യമുള്ള സാധനം മാത്രം സെലക്ട് ചെയ്യാം. അതിന് ശേഷം അതിന് ലോക്ക് കൊടുത്തു വെക്കുക. ഫോർമാറ്റ് സെല്ലിൽ പ്രൊട്ടക്ഷനിൽ പോയിട്ട് അത് മാത്രം ലോക്ക് ചെയ്ത് വെക്കുക. ഓക്കെ അടിക്കുക. അതിന് ശേഷം പ്രൊട്ടക്റ്റ് ഷീറ്റ് കൊടുക്കുക, പാസ്വേഡ് കൊടുക്കുക 123 എന്തെങ്കിലും ഒരു പാസ്വേഡ് കൊടുക്കുക. ഓക്കെ അടിക്കുക.
അപ്പൊ നമ്മൾ ഇവിടെയെല്ലാം മോഡിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്, ഇവിടെ മോഡിഫൈ ചെയ്യാൻ പറ്റൂല. അതിന് മാത്രം നമ്മൾ എന്ത് ചെയ്തു, അൺഓക്കെ. ഇതാണ് പ്രൊട്ടക്ട് ഷീറ്റ്, പ്രൊട്ടക്ഷൻ ഇൻ എക്സൽ. കുറച്ച് പണി ഉണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ ഇത്ര തിയറി നോട്ടും ആയിട്ട് തന്നെ പറഞ്ഞു തന്നത്. ലാബ് ചെയ്യുമ്പോൾ ശരിക്കും മനസ്സിലാവും. അപ്പം ഞാൻ തന്നെ ആയിരിക്കില്ലല്ലോ എല്ലാവർക്കും ലാബ് വരും, അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞിരുന്നൊക്കെ. അതാണ് സെൽ പ്രൊട്ടക്ഷൻ ഇൻ എക്സൽ. പ്രിന്റ് പറഞ്ഞല്ലേ അല്ലേ, ജസ്റ്റ് പ്രിന്റ് ചെയ്യാം, കൺട്രോൾ പേ അടിക്കുക, പ്രിന്റിലെ ഓപ്ഷൻസ് വേണമെങ്കിൽ ഒന്ന് കാണിച്ചു തരാം ഇതെങ്ങനെ പ്രിന്റ് ചെയ്യാം. ഇപ്പോൾ ഫയലിൽ പ്രിന്റ് ഓപ്ഷനാണ് പിന്നെ വരുന്നത്. പ്രിന്റില് എന്തെല്ലാം ഓപ്ഷൻ വരുന്നുണ്ട്, പ്രിന്റ് എന്ന് പറയുന്ന ഓപ്ഷൻ വരുന്നുണ്ട്. കോപ്പീസ് എത്ര, നമ്പർ ഓഫ് കോപ്പീസ് എത്ര വേണം കൊടുക്കാൻ പറ്റും. പിന്നെ പ്രിന്ററിന്റെ ടൈപ്പ് സെലക്ട് ചെയ്യാം. പിന്നെ ഇത്ര പേജ് മുതൽ ഇത്ര പേജ് എന്ന് വൺ സൈഡ്, പ്രിന്റ് വൺ സൈഡ് വേണമെങ്കിൽ ചെയ്യാം, വൺ സൈഡ് ഒരു സൈഡ് അത് വേണം സൈഡ്. ഇതിപ്പോൾ പ്രിന്റ് എടുക്കുമ്പോൾ അല്ലേ കോളായിട്ട് 1 2 3 ഓട്ടോമാറ്റിക് വരും. ഓറിയന്റേഷൻ മാറ്റാൻ പറ്റും, പോർട്രേറ്റ് ലാൻഡ്സ്കേപ്പ് എന്ന് പറയുന്ന ഓറിയന്റേഷൻസ് ചെയ്യാം. ഇത്രയും സെറ്റിംഗ്സ് ആണ് ഇതിൽ വരുന്നത്. പേജ് പ്രിന്റ് ഓപ്ഷൻസ് ഇൻ MS Excel വരുന്നത്. ഓക്കെ, പ്രിന്റ് ആയി. പ്രിന്റും കൂടെ ഇനി ഒന്നും നമുക്ക് പറയാനുള്ളത് ഒന്നും കൂടെ ഉള്ളൂ. നെയിമിംഗ് ഇൻ എക്സൽ. നെയിമിംഗ് ഇൻ എക്സൽ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളെ ഈ സെല്ലിന്റെ നെയിം എന്ന് പറഞ്ഞാൽ A1 എന്നല്ലേ പറയുന്നത്. എനിക്കിപ്പോ ഈ കോളത്തിന് നിങ്ങളിപ്പോ ഇതിന് നെയിം എന്നാണ് കൊടുക്കുന്നത് അല്ലെ, നെയിം സ്റ്റുഡൻസിന്റെ നെയിമാണ് ഞാനിവിടെ എൻ്റർ ചെയ്യുന്നത്. അപ്പൊ ഇതിന് ഈ സെല്ലിന്റെ പേര് A1 എന്നല്ലേ പറയുന്നത്. അതിന് പകരം എനിക്ക് ഈ കോളത്തിൽ ഇപ്പൊ സി എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ A3 അങ്ങനെയല്ലേ വരുന്നത്. A3 എന്ന് അങ്ങനെ വരാൻ പാടില്ല. എന്ത് ചെയ്യണം, ഇതിന് കോമൺ ആയിട്ട് ഈ സെല്ലിന് ഈ കോളത്തിന് ഒരു നെയിം കൊടുക്കണമെങ്കിൽ ഇവിടെ മാറ്റാം. നെയിം കണ്ടുപിടിക്കാം. ഇവിടെ സെലക്ഷൻ വരുന്നുണ്ട്. അതായത് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിന് നെയിം എന്നാ വരിക. നെയിം, ഈ സെല്ലിന്റെ പേര് നെയിം എന്ന് വന്നു. ഫോർമുല ബാറിൽ എന്താ വന്നത്, നെയിം. A1 ഇവിടെ ഓപ്ഷൻ വരും, പക്ഷെ ഇതിൽ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അതിന് നെയിം എന്ന് പറയുന്നത്. ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അപ്പൊ നെയിം എന്നാന്ന് ആദ്യം പറയാം. നെയിമിംഗ് ആൻഡ് എക്സൽ. സെലക്ട് ദി സെൽ യു ടു ബി നെയിംഡ്. ഫസ്റ്റ് നമുക്ക് നെയിം ചെയ്യേണ്ട സെല്ല് സെലക്ട് ചെയ്യുക. ക്ലിക്ക് ദി നെയിം ബോക്സ് ടു ദി ലെഫ്റ്റ് ഓഫ് ദി ഫോർമുല ബാർ. ടൈപ്പ് വാലിഡ് വൺ വേർഡ് നെയിം ഫോർ ലിസ്റ്റ്. എക്സാമ്പിൾ ഫ്രൂട്ട് ലിസ്റ്റ് എന്നോ പ്രസ് എൻ്റർ. ഇത്രയും ചെയ്യാനില്ല. ഇതല്ലേ ചെയ്തത് നമ്മൾ. ഇതിന് ഈ ഒരു ഇതിന് നെയിം വേണമെങ്കിൽ ഇവിടെ നെയിം എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. സെയിം നെയിം കൊടുക്കാൻ പാടില്ല സെൽ നെയിം. പേര് വരേണ്ടതാണ്. ഇതിന് റോൾ നമ്പർ എന്ന് പറയുന്ന സെല്ലിന് ഒരു പേര് കൊടുക്കാൻ നോക്കാം. അല്ലെങ്കിൽ ഇതിൽ നെയിമിംഗ് ഓപ്ഷൻ ഉണ്ടാവും ഫോർമുല ഡാറ്റയില്. ഡിഫൈൻ നെയിം ഉണ്ടല്ലേ. ഇല്ലെങ്കിൽ ഇതില് ആക്റ്റീവ് ആവുന്നില്ല. അതാണ് നെയിം മാനേജർ എടുക്കുക. ഇത് പ്രിന്റ് ഏരിയ ഉള്ളത്, അതാണ് പ്രശ്നം അല്ലേ. ഒരുപാട് ഏരിയ ഇല്ലതുകൊണ്ടാണ്, നമുക്ക് കുറച്ച് മാത്രം എടുക്കാം. ഇത് പ്രിന്റ് ഏരിയ വേറെ ഷീറ്റിൽ ചെയ്ത് കാണിച്ചുതരാം. ഒരുപാട് ഡാറ്റ ഉള്ളതുകൊണ്ടാണ്. ഇതിൽ നമുക്ക് അതെ, ഇതിന്റെ പേര് നെയിം എന്നല്ല, അത് പ്രിന്റ് ഏരിയ ഒരുപാട് ഏരിയ ഉണ്ടായില്ലേ. അപ്പൊ നമ്മൾ ആ കോളത്തിനാണോ അവരതൊന്ന് പ്രശ്നമാക്കി. അപ്പൊ ഇത് ഈ കോളത്തിന് മൊത്തത്തിൽ നെയിം വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, നെയിം ബോക്സിൽ പോയിട്ട്
ഇവിടെ നെയിം വന്നു. ഇല്ലെങ്കിൽ ഡിഫൈൻ നെയിം എടുക്കുക. അപ്പോൾ ഈ കോളത്തിലെ ഡാറ്റക്ക് മൊത്തം സെലക്ട് ചെയ്യണം. ഡിഫൈൻ നെയിം, അതിനൊരു പേര് കൊടുക്കാം. ആ വർക്ക് ബുക്കിനാണോ വർക്ക് ഷീറ്റിനാണോ, ആ ഷീറ്റിലെ എല്ലാ ഡാറ്റക്കും വേണമെങ്കിൽ റെഫർ ടു നമ്മൾ സെലക്ട് ചെയ്യണം കേട്ടോ. ഇവിടെ നിന്ന് ഒരു സെലക്ട് ചെയ്യാം. അതിന് നെയിം ബോക്സ്, നെയിം ബി എന്നൊക്കെ കൊടുത്തു വെക്കണം. അത് സെലക്ട് ചെയ്യുമ്പം അപ്ലൈ കൊടുക്കാം. സെലക്ട് ചെയ്യാം, ഡിഫൈൻ നെയിം കൊടുക്കുക. സ്കോപ്പ് ടു ഷീറ്റ് 2-ലാണ് അല്ലേ. നെയിം ഷീറ്റ് 2 നെയിം സെലക്ട് ചെയ്താൽ മതി. ഇതിന് കോമൺ ആയിട്ട് നമ്മളത് സെലക്ട് ചെയ്യുമ്പോൾ അത് നെയിം ബി രണ്ടിനും അതോ കൊടുത്തു വെച്ച് സെലക്ഷന് ഫുൾ ആ നെയിമാ വരിക. അത്രയേ ഉള്ളൂ. ഇത് ഈ കോളത്തിനെല്ലാം എന്താ പേര്, നെയിം എന്ന് വന്നു. ഇത് നെയിം ബി A1 എന്ന് പറയുന്നതിന് പകരം ഈ സെലക്ഷൻ എന്താ വന്നേ, നെയിം. ഇപ്പോൾ ഇതിന് നമുക്ക് റോൾ നമ്പർ ഇത് കൊടുക്കണമെങ്കിൽ ഇത് സെലക്ട് ചെയ്യാം, ഡിഫൈൻ നെയിം എടുക്കുക. ഇപ്പം B101 അങ്ങനെയല്ലേ വരുന്നത്, അതിൻ്റെ നെയിം. അതിന് പകരം ഷീറ്റ് 2 സെലക്ട് ചെയ്യാം. അതിന് റോൾ എന്ന് പറയണം. റോൾ. ഓക്കെ, അതിന് കോമൺ ആയിട്ട് ആ നെയിം വന്നത് റോൾ എന്ന് പറഞ്ഞിട്ട് വരും. ഓരോന്ന് സെലക്ട് ചെയ്യുമ്പോൾ വരില്ല, ആ മൊത്തത്തിൽ നമ്മൾ അങ്ങനെ കൊടുത്തു വെച്ചോണ്ട് അതിന് റോൾ എന്നില്ല പേര്. അപ്ലൈ ചെയ്താൽ ആ റോൾ, ഇത് മൊത്തം റോൾ നമ്പർ എന്നാ വരിക. ഇത് മൊത്തം എന്താ വരുക, ഇനി ഏതാ നെയിം കൊടുത്തു വെച്ചാൽ ഈ നെയിം അല്ലേ. അപ്പൊ നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ച നെയിം ഓരോന്നിനും അപ്ലൈ ചെയ്ത് കൊടുക്കാനും പറ്റും. അപ്പൊ ഡിഫൈൻ നെയിം എടുക്കേണ്ടത്. ഡിഫൈൻ നെയിം ഇഷ്ടമില്ല, നെയിം കൊടുത്തു വെക്കുക. യൂസിങ് ഫോർമുല എന്ന് പറഞ്ഞാൽ നെയിം, നമുക്ക് ഫോർമുലയിൽ നെയിം എന്നാണ്. ഇപ്പൊ ഇതിനൊരു നെയിം കൊടുത്തു വെക്കാം അല്ലെ. ഇതിന് ഡിഫൈൻ നെയിം M1 എന്ന് പറഞ്ഞ് കൊടുക്കുക. ഓക്കെ, ഇതിന് M എന്ന് കൊടുത്തു. നമുക്ക് ഈക്വൽ ടു SU M. ഇത് സെലക്ട് ചെയ്യുമ്പം ശരിക്കും ഇപ്പൊ ഫോർമുല യൂസിങ് ഫോർമുല അതേതെന്ന് M എന്നാണ് ഉപയോഗിക്കേണ്ടത്. ഫോർമുലയിൽ C1 എന്നുള്ളതിന് പകരം നമുക്ക് ആ M എന്ന് പറഞ്ഞത് ഉപയോഗിക്കാം. യൂസിങ് ഫോർമുല M എന്ന് ഉപയോഗിച്ചാൽ ആ നമ്പർ 1 ആ പേര് വരും. മാർക്ക് 1 അപ്പം അത് ഉപയോഗിച്ചാലും മതി. ഓക്കെ, ഇതിനു വേണ്ടിയിട്ട് നമ്മൾ നെയിമിങ് ചെയ്യുന്നത് ഇത് ലാബിൽ നിന്ന് വൃത്തിക്ക് കാണിച്ചു തരാം. ഓക്കെ, ലാബിൽ നിന്ന് ചെയ്ത് പഠിപ്പിക്കാം. ഒരുപാട് പറയുമ്പോൾ നെയിമിങ് എക്സൽ എന്താ ചെയ്യേണ്ടത്, സെലക്ട് ദി സെൽ യു ടു ബി നെയിംഡ്, ക്ലിക്ക് ദി നെയിം ബോക്സ്, ലെഫ്റ്റ് കോർണർ ഓഫ് ദി ഫോർമുല ബാർ, ടൈപ്പ് വാലിഡ് വൺ വേർഡ് നെയിം ഓഫ് ദി ലിസ്റ്റ്, എക്സാമ്പിൾ ഫുഡ് ലിസ്റ്റ്, പ്രസന്റ് ആക്കി. അത്രേ ചെയ്യാനില്ല. പിന്നെ ഡിഫൈൻ നെയിമിൽ പോയിട്ട് വേണമെങ്കിലും ചെയ്യാം. ലാബിൽ നിന്ന് ചെയ്ത് കാണിച്ചു തരാം. ഇതാണ് അതിന്റെ ഫോർമാറ്റിംഗ്. അപ്പൊ ഇത്രയാണ് സെൽ നെയിമിംഗ് എന്ന് പറയാം. ഇനി സെൽ റഫറൻസിങ് എക്സൽ. സെൽ റഫറൻസ് എന്ന് പറഞ്ഞാൽ കുറെ ടൈപ്പ് ഉണ്ട്. അബ്സല്യൂട്ട് റഫറൻസ്, റിലേറ്റീവ് റഫറൻസ് ആൻഡ് മിക്സഡ് റഫറൻസ്. റിലേറ്റീവ് റഫറൻസ് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ സം കാണുന്നില്ലേ, ഇപ്പം ഇതിന്റെ ഇപ്പം പ്രൊഡക്റ്റ് കോഡും ക്വാണ്ടിറ്റിയും ഇപ്പൊ എത്ര റഫറൻസ് ഉണ്ട്. സെൽ റഫറൻസ് ഉണ്ട്, ലൈക്ക് വാട്ട് യു മീൻ ബൈ സെൽ റഫറൻസിങ്. Cell reference എന്ന് പറഞ്ഞാൽ is a like referring to other cells to a cell to use its value or its properties in a simple term. If we have data in some random cell A2 and we want to use the value of A2 in cell A1, we can simply equal to A2 in cell and A1. This will copy the value of A2 in A1. This is called a cell reference. അതായത് ഒരു ഇക്വേഷൻ വെച്ചിട്ട് ഈക്വൽ ടു സിമ്പിൾ ഇട്ടിട്ട് ഈ കോളും അതും കൂടെ ആഡ് ചെയ്തിട്ട് അങ്ങനെയെല്ലാം പറയുന്നില്ലേ. നമ്മളിപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ഈക്വൽ ടു സം A1 ഒരു ഡാറ്റയും ഇൻറ്റു ചെയ്യുന്നു, അപ്പോൾ B1 അങ്ങനെ വരുന്നില്ലേ, എയും ബിയും. അതായത് ഈ
ക്വാണ്ടിറ്റി ഇപ്പം D10 × E5 ചെയ്യുന്നതിന് നമ്മൾ ശരിക്ക് റിലേറ്റീവ് റെഫറൻസ് എന്ന് പറയാം, റെഫർ ചെയ്യാം അല്ലെ. ഇപ്പൊ ഇതിൽ കാണുന്നത് എന്താ, ക്രോസ് ഇന്നില്ലതിന്റെ ക്വാണ്ടിറ്റി 144 പ്രൈസ് 55 ഉള്ളത്. ഇവിടെ ചെയ്യുന്നത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്ത വാല്യൂ. ഇപ്പൊ D10 × E10 ആണ് ചെയ്യേണ്ടത്. ഇങ്ങനെ നമ്മൾ ഇത് എന്ത് ചെയ്യും, ഫില്ല് ചെയ്യും. ഇത് വലിക്കുമ്പോൾ ഇവിടെ എല്ലാവരും കോമൺ ആയിട്ട് കോപ്പി ചെയ്ത് വരും. അപ്പൊ ഓട്ടോമാറ്റിക് ഇവിടെ എന്ത് വരും, D11 × E11 വരിക കോപ്പി ചെയ്യുമ്പോൾ. ഇതിനെയാണ് റിലേറ്റീവ് റെഫറൻസ് എന്ന് പറയുക. സാധാരണ അഡ്രസ്സ് കൊടുത്തിട്ട് ഡോളർ സിമ്പിൾ ഒന്നും കൊടുക്കാത്തതിന് നമ്മൾ റിലേറ്റീവ് റെഫറൻസ് എന്ന് പറയും. ഇതുപോലെ എഴുതുന്നതിന് സാധാ നമ്മൾ ചെയ്യുന്ന ഇക്വേഷന് റിലേറ്റീവ് റെഫറൻസ് എന്ന് പറയും. അതായത് സാധാ മൾട്ടിപ്ലിക്കേഷൻ. ഇതിലെല്ലാം തന്നെ കാണിച്ചിട്ട് ഇൻസ്റ്റെഡ് ഓഫ് എൻട്രിങ് ഫോർമുല നമ്മൾ ഈക്വൽ ടു D10 × ജസ്റ്റ് വലിച്ചിട്ട് അതെന്ത് ചെയ്യും, ഡ്രാഗ് ചെയ്ത് ആ വാല്യൂ കിട്ടും. ഇത് തന്നെയാണ് പറയുന്നത്. ഇനി അതല്ല, എനിക്ക് ചില കേസിൽ ഇപ്പൊ ഇതിൽ എല്ലാം ചേഞ്ച് ചെയ്യുന്നുണ്ട് അല്ലേ. ഇതിലിപ്പോ ഇത് ഇൻറ്റു ഇത് ചില സമയത്ത് നമുക്ക് ഒരു വാല്യൂ ഈ സെൽ ഇൻറ്റു ഒരു 5 കൊണ്ട് മാറി. ഇപ്പൊ പെർസെൻറ്റേജ് എല്ലാം കാണുമ്പോൾ 100 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യണം അല്ലേ. ഒരു സംഭവത്തിന്റെ പെർസെൻറ്റേജ് കാണുമ്പോൾ അതിനെ 100% മാറ്റാൻ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യണം എന്ന് വെച്ചോ. അപ്പൊ ഈ 100 എന്നുള്ളത് ഒരു കോമൺ ഫാക്ടർ ആണ്. ആ സെല്ലിലെ വാല്യൂ ഒരിക്കലും ചേഞ്ച് ചെയ്യാൻ പാടില്ല. ഇതിപ്പോ ഇത് ഇൻറ്റു ഇത് നമ്മൾ കോപ്പി ചെയ്യുമ്പോൾ അങ്ങനെയല്ലേ ചെയ്യുന്നത്. അതിന് പകരം ഇപ്പൊ നമുക്ക് ഡ്രാഗ് ചെയ്ത് ഇടുകയും വേണം, അത് മൾട്ടിപ്ലൈ ചെയ്യുന്നത് ഒരു കോൺസ്റ്റന്റ് വാല്യൂ. ആ മൾട്ടിപ്ലൈ ചെയ്യേണ്ട സംഭവം ചേഞ്ച് ചെയ്യാനും പാടില്ല. അടുത്ത റെഫറൻസിന് നമ്മൾ അതിനെ അബ്സല്യൂട്ട് റെഫറൻസ് എന്ന് പറയും. കോമൺ ആയിട്ട് ഉണ്ടാവുന്ന ഡീഫോൾട്ട് റെഫറൻസ് എന്ന് പറയുന്നത് റിലേറ്റീവ് റെഫറൻസ് ആണ്. ഇതാണ് റിലേറ്റീവ് റെഫറൻസ്. ഒന്നിനെ റിലേറ്റ് ചെയ്തിട്ട് അടുത്തത്, അതിൽ ഡോളർ സിമ്പൽ ഒന്നും ഉണ്ടാവില്ല. ഇതാണ് റിലേറ്റീവ് റെഫറൻസിന്. അടുത്തത് അബ്സല്യൂട്ട് റെഫറൻസ് എന്ന് പറഞ്ഞാൽ ഇതിൽ തന്നെ പറയുന്നുണ്ട്. ഇപ്പം പ്രൊഡക്റ്റ് ഓൾഡ് പ്രൈസ് ന്യൂ പ്രൈസ്. അപ്പം പ്രിഫറൻസ് ഓഫ് റേറ്റ് ഇൻക്രീസസ് ഫ്രം ജനുവരി 5% ഇൻക്രീസ് തന്നെ വേണം. അതായത് ഇതിനെല്ലാം ഇൻക്രീസ് 5% ആയിരിക്കണം. അതായത് ഇവിടെയുള്ള വാല്യൂ മാറി മാറി വരാൻ പാടില്ല. അത് കോൺസ്റ്റന്റ് ആയിട്ട് 5 ആയിരിക്കണം. ഒന്നില്ലെങ്കിൽ നമ്മൾ എല്ലാ കോളത്തിലും എന്ത് ചെയ്യണം, ഈ 5 എന്നുള്ളത് ഒരു സെലക്ട് ചെയ്ത് വെക്കണം. അല്ലെങ്കിൽ ഇവിടെ ഒരു കോളം വെച്ചിട്ട് അതിൽ 5% എഴുതി വെച്ചാൽ മതി എല്ലാ സെല്ലിലും. അതിന് പകരം ഒരു സെല്ല് കോൺസ്റ്റന്റ് ആയിട്ട് ഇവിടെ ഫിക്സ് ആക്കി. ഏത് റേറ്റ് ഇൻക്രീസ് ചെയ്യുന്നത് 5%, ഓൾഡ് പ്രൈസ് ഇത്രയും 5% ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പൊ ഓരോ അതായത് ഇത്രയും സംഭവത്തിന്റെ ക്രോസിൻ ഡോളോ എന്നിങ്ങനെ മരുന്നിന്റെ പേരാണ്. അതിന്റെ ഓൾഡ് പ്രൈസ് ഇതാണ്, അത് 5% വെച്ച് കൂടി. ഇപ്പൊ ഈ 5% എന്നുള്ളത് ചേഞ്ച് ചെയ്യാൻ പാടില്ല. അതിനെയാണ് നമ്മൾ അബ്സല്യൂട്ട് റെഫറൻസ് വെച്ച് എങ്ങനെ ചെയ്യാം. അപ്പൊ ഏതാണ് ഫസ്റ്റ് ചെയ്യുന്നത്, L6 എന്ന് പറയുന്ന കോളം ഇൻറ്റു സാധാരണയാണെങ്കിൽ നമ്മൾ ഇതിന്റെ അഡ്രസ് ആണ് ഇത് പറയുന്നത് K3 എന്നല്ലേ പറയുന്നത്. Kയും 3, K3ക്ക് മുമ്പിൽ ഒരു ഡോളർ സിമ്പൽ ഇടും. വേണ്ട ഡോളർ സിമ്പൽ അത്രേ ഉള്ളൂ. നമ്മൾ ഈ ഡോളർ സിമ്പലിന് ഇടുന്നതിന് പകരം F4 എന്ന് പറയുന്ന കീ പ്രസ് ചെയ്യുക. അപ്പൊ കോൺസ്റ്റന്റ് ആയിട്ട് ഒരു വാല്യൂ ചേഞ്ച് ചെയ്യാതിരിക്കേണ്ട സെല്ലാണ് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു ഡോളർ സിമ്പൽ ഇടും. അപ്പൊ ആ രണ്ടിനും വരും. K എന്ന് പറയുന്നത് അതിന്റെ റോവും K എന്ന് പറയുന്നത് കോളും 3 എന്ന് പറയുന്നത് അതിന്റെ റോ അഡ്രസ്സും. അപ്പൊ റോവും കോളും ചേഞ്ച് ചെയ്യാൻ പാടില്ല. ഇതിനെയാണ് നമ്മൾ അബ്സല്യൂട്ട് റെഫറൻസ് എന്ന് പറയാം. ഇപ്പൊ ഏതെങ്കിലും ഒരു സെല്ല് കോൺസ്റ്റന്റ്, അപ്പൊ ആ അബ്സല്യൂട്ട് റെഫറൻസ് കാണിക്കുന്നതിന് എന്ത് വേണം, എപ്പോഴും ഒരു ഡോളർ സിമ്പൽ ഉണ്ടാവണം. അപ്പൊ ഈ ഡോളർ സിമ്പലിന് വേണ്ടിയിട്ട് നമ്മൾ F4 കീ എന്ന് പറയുന്ന പ്രസ് ചെയ്യുക ചെയ്യേണ്ടത്. ഈ ലാബിന്ന് കാണിച്ചാലും ശരിക്കും സെൽഫ് ഫംഗ്ഷൻ എന്ത് ചെയ്യണം, F4 എന്നുള്ള കീ നമ്മൾ അവിടെ വെച്ച് പ്രസ് ചെയ്യും. ഇത് എക്സാമ്പിൾ വെച്ച് പറഞ്ഞാലേ മനസ്സിലാവും. അതാ തിയറി ഇങ്ങനെ പറഞ്ഞു വെച്ചാൽ ഒരു കാര്യമല്ലോ. Here the percentage rating increases each product is 5%, which is the common factor. Therefore, we have to add a dollar symbol in front of the row and column number of the cell K3. Make it an absolute reference. ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ, അബ്സല്യൂട്ട് റെഫറൻസ്. അബ്സല്യൂട്ട് റെഫറൻസ് ആക്കണമെങ്കിൽ അവിടെ അതിന്റെ മുമ്പിൽ വെച്ചിട്ട് ഡോളർ സിമ്പൽ F4 എന്ന് പറയുന്ന കീ പ്രസ് ചെയ്താൽ മതി. ഒരു ഡോളർ സിമ്പൽ വരും. ഡോളർ സിമ്പൽ വരുന്നുണ്ടെങ്കിൽ അത് അബ്സല്യൂട്ട് റെഫറൻസ് ആണ്. അപ്പൊ ക്വസ്റ്റ്യൻ വൺ വേർഡ് എല്ലാം ചോദിക്കാം. രണ്ട് ടൈപ്പിൽ സിമ്പൽ തന്നിട്ട് ഇത് റിലേറ്റീവ് റെഫറൻസ് ആണോ അബ്സല്യൂട്ട് റെഫറൻസ് ആണോ എന്ന് മനസ്സിലാവണമെങ്കിൽ ഡോളർ സിമ്പൽ ഉണ്ടെങ്കിൽ അത് അബ്സല്യൂട്ട് റെഫറൻസും, ഡോളർ സിമ്പൽ ഇല്ലെങ്കിൽ അത് റിലേറ്റീവ് റെഫറൻസും ആണ്. ആൻസർ അല്ല അതെങ്ങനെ.
അത് അതന്നെ കാണിച്ചു. അപ്പൊ ഇത് രണ്ടും റിലേറ്റീവ് റെഫറൻസും നടുക്കുള്ളത്. അപ്പൊ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ അറിയാം? മിക്സഡ് റെഫറൻസ്. ഇപ്പൊ മിക്സഡ് റെഫറൻസ് എന്ന് പറഞ്ഞാൽ രണ്ടും കൂടിയുള്ളത്. റിലേറ്റീവ് റെഫറൻസും അബ്സല്യൂട്ട് റെഫറൻസും രണ്ടും കൂടിയില്ലതിനെ നമ്മൾ മിക്സഡ് റെഫറൻസ് എന്നും പറയും. ഇത് കുറെ എക്സാമ്പിൾ പറഞ്ഞിരുന്നു. അതിൽ വലിയ അബ്സല്യൂട്ട് റെഫറൻസ് ഇങ്ങനെ ഓരോന്നിലും എങ്ങനെ ചേഞ്ച് ചെയ്യുന്നു. അപ്പൊ മിക്സഡ് റെഫറൻസ് എന്താ? Relative, it does not contain $sign to row or column. Example A to relative reference type in. Change when a formula is copied or dragged to another cell in Excel. Cell referencing relative by default. It is the most commonly used cell reference in formula. Relative reference ആണ് നമ്മൾ കോപ്പി ചെയ്യുമ്പോൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. Absolute reference എന്ന് പറഞ്ഞാൽ absolute reference contain $sign attached to each letter or number in a reference. Example $B $4 എന്ന് പറഞ്ഞാൽ കോളും ചേഞ്ച് ചെയ്യാൻ പാടില്ല, റോവും ചേഞ്ച് ചെയ്യാം. If we mention $sign before the column and row identifier, to make a absolute or locks both the column and row. That is where cell reference remain constant even if copied or dragged to the another cell. വേറെ എവിടെയും കോപ്പിയോ ഡ്രാഗോ ചെയ്യുമ്പോൾ ആ സെൽ റെഫറൻസ് ഫിക്സഡ് ആയിരിക്കും. അതാണ് ഇത് അബ്സല്യൂട്ട് റെഫറൻസ്. അതിന്റെ സെല്ല് നമ്മൾ ചേഞ്ച് ചെയ്യുമ്പോൾ മാറില്ല. റിലേറ്റീവ് റെഫറൻസ് നമ്മൾ ചേഞ്ച് ചെയ്യുമ്പോൾ കോള നെയിം മാറുന്നില്ലെങ്കിൽ റോന്റെ നെയിം മാറും അല്ലെ. 1 2 3 ചേഞ്ച് ചെയ്യുമ്പോൾ B1 B2 B3 വരില്ല. മറ്റേത് B1 ആണെങ്കിൽ B1 തന്നെ ഫിക്സ് ചെയ്യും. മിക്സഡ് റെഫറൻസ് എന്ന് പറഞ്ഞാൽ it contains $sign to attach to either the letter or the number in the reference. Example നേരത്തെ നമ്മൾ $B $4 എന്ന് പറയുമ്പോൾ അബ്സല്യൂട്ട് റെഫറൻസ് ആയി. മിക്സഡ് റെഫറൻസ് എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിൽ ചെയ്യാം. ഇതിലെന്താണ് $B എന്ന് പറയുന്നത് അബ്സല്യൂട്ട് റെഫറൻസും 2 എന്ന് പറയുന്നത് റിലേറ്റീവ് റെഫറൻസ്. ഇതിൽ കോളം ഫിക്സഡും റോ ചേഞ്ച് ചെയ്യാനും പറ്റും. ഡോളർ ഇല്ല. ഇതിൽ B എന്ന് പറയുന്നത് റിലേറ്റീവ് റെഫറൻസ്, 4 എന്ന് പറയുന്നത് അബ്സല്യൂട്ട് റെഫറൻസ്. അപ്പൊ ഇതിന് മിക്സഡ് റെഫറൻസ്. ഇതിൽ 4 എന്നുള്ള റോ ചേഞ്ച് ചെയ്യാൻ പാടില്ല, കോളം വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. അതിന് അബ്സല്യൂട്ട് റെഫറൻസ് എന്ന് പറയും. അപ്പൊ രണ്ടിന്റെ കോമ്പിനേഷനെ മിക്സഡ് റെഫറൻസ് എന്ന് പറയും. റിലേറ്റീവ് റെഫറൻസ്, അബ്സല്യൂട്ട് റെഫറൻസ് ആൻഡ് മിക്സഡ് റെഫറൻസ്. അപ്പൊ എക്സലിന്റെ ക്ലാസ് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടാ. ഇത്രയും സ്പീഡിൽ ഇത് ഞാൻ നോട്ട്സ് അടക്കം വെച്ചിട്ടാണ് ക്ലാസ് പറഞ്ഞത്. അപ്പൊ നിങ്ങൾക്ക് നോട്ട്സ് വായിക്കുമ്പോൾ കുറച്ചും കൂടി ശരിയാവില്ലേ എന്ന് വെച്ചാൽ ഇങ്ങനെ പറഞ്ഞു. ഓക്കെ.